ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിക്കുക. വാട്ട് ഈസ് എ റിമൈൻഡർ വെൻ 35⁻29 ഈസ് ഡിവൈഡ് ബൈ 10? 35⁻29 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? പെട്ടെന്ന് നോക്കുക, 1 മിനിറ്റ് സമയം, ഉത്തരം കമൻറ്റ് ചെയ്യുക പെട്ടെന്ന്. 35⁻29 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 35⁻29 അതായത് 35⁻29 ബൈ അല്ലേ ബൈ 10, അതായത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് 35⁻29 ഒരു പ്രോഡക്റ്റാണ്. അതായത് 35⁻29 35 അങ്ങനെ 29 ഗുണിക്കുന്നതാണ് 35⁻29 എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഉത്തരം 6ആണ്. ഞാൻ എങ്ങനെ കിട്ടുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. 5 ആണ്, 6 അല്ല, 5 ആണ്. അതായത് 35⁻29 എന്ന് പറഞ്ഞാൽ 29 തവണ ഗുണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ഈ റിമൈൻഡറിൻ്റെ കുറേ കൺസെപ്റ്റുകളും ട്രിക്കുകളും ഉണ്ട്. അതിലേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം അറിയണമെങ്കിൽ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ 11 ആണെന്ന് വിചാരിക്കുക, മേളത്തെ സംഖ്യ 11. 11നെ 10 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം 1 ആണ്, എല്ലാവർക്കും അറിയാം അല്ലേ? 11നെ 10 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? 1 ആണ്. 12 ആണെങ്കിലോ, 12നെ 10 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം 2 ആണ്. 13നെ 10 കൊണ്ട് ഹരിച്ചാലോ 3 ആണ്. അങ്ങനെയാണെങ്കിൽ 135നെ 10 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര? അത് 5 ആണ്. കാരണം 13 തവണ കോഷ്യൻ്റ് ഹരണഫലം 13 ആയിരിക്കും. അപ്പോൾ 130 കിട്ടും, റിമൈൻഡർ 5 ആയിരിക്കും. അപ്പോൾ വലിയ സംഖ്യ നീ എത്ര ആണെങ്കിലും, ഞാൻ ഇപ്പോൾ വലിയ അക്കം ഒരു 5 അക്ക സംഖ്യ പറയുകയാണ്, 6531 അല്ലേ? 5 അക്ക സംഖ്യയാണ് അല്ലേ? അപ്പോൾ 65,312. ഈ സംഖ്യയെ 10 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം ഈ 65,312 മുന്നേ 10 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ 65,310 ആണ് അല്ലേ? ഹരിക്കാൻ പറ്റുന്ന സംഖ്യ. അപ്പോൾ ശിഷ്ടം എത്ര കിട്ടും? 2 കിട്ടും. ശരിയല്ലേ? അതായത് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, അതായത് ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം കിട്ടണമെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണെന്ന് നോക്കിയാൽ മതി. എല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞ പോയിന്റ് മനസ്സിലായോടാ? ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയാൽ മതി. നീ എത്ര വലിയ സംഖ്യ ആണെങ്കിലും നിങ്ങൾ നോക്കി. ഞാനിപ്പോൾ ഒരു വലിയ സംഖ്യ എഴുതാണ്, 88 31 45 813. ഒരു സംഖ്യ എഴുതി. ഇതിനെ 10 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം അറിയണമെങ്കിൽ ഹരിക്കേണ്ട, ഹരിച്ച് നോക്കിയിട്ട് പറയണ്ട ശിഷ്ടം എത്ര, ഹരണഫലം എത്ര എന്നൊന്നും പറയണ്ട. ഈ എഴുതിയിരിക്കുന്ന സംഖ്യയിൽ 10 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ അവസാന അക്കം 810 വരുന്നത്. ശരിയല്ലേ? അപ്പോൾ ഈ സംഖ്യയെ അവസാനം 813 വരുന്ന അവസാനത്തെ 3 813 വരുന്ന ഈ സംഖ്യയെ 10 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം 3 ആയിരിക്കും. അതായത് ലാസ്റ്റ് ഡിജിറ്റ് എന്താണോ അതായിരിക്കും അതിൻ്റെ റിമൈൻഡർ. പറഞ്ഞ പോയിന്റ് മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 35⁻29 10 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം കിട്ടണമെങ്കിൽ 35⁻29 ലാസ്റ്റ് ഡിജിറ്റ് എന്താണെന്ന് നോക്കിയാൽ മതി. ഗോട്ട് ദ പോയിന്റ് മനസ്സിലായോ? 35⁻29 ലാസ്റ്റ് ഡിജിറ്റ് എന്താണെന്ന് നോക്കിയാൽ മതി. നിങ്ങൾക്കറിയാം 35⁻29 35 അങ്ങനെ എത്ര? 35 29 അല്ലേ? ലാസ്റ്റ് ഡേറ്റ് ഗുണിക്കുമ്പോൾ 5⁻29 ലാസ്റ്റ് ഡേറ്റ് നോക്കിയാൽ മതി. അപ്പോൾ 35⁻29 ഗുണിച്ചാലും ലാസ്റ്റ് ഒക്കെ എന്ത് തന്നെ ആയിരിക്കും? 5 തന്നെ ആയിരിക്കും. അപ്പോൾ 35⁻29 ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. അപ്പോൾ ഈ സംഖ്യ ഇതിൻ്റെ 35⁻29 ബാക്കി ഡിജിറ്റുകൾ നമുക്കറിയില്ല, അതിൻ്റെ ലാസ്റ്റ് അക്കം 5 ആയിരിക്കും. കാരണം ലാസ്റ്റ് അക്കം നോക്കണമെങ്കിൽ, ലാസ്റ്റ് ഡിജിറ്റ് നോക്കണമെങ്കിൽ 5 × 5 × 5 × 5 മാത്രം നോക്കിയാൽ മതി. 5 നീ എത്ര തവണ ഗുണിച്ചാലും ലാസ്റ്റ് അക്കം 5 വരത്തുള്ളൂ. ശരിയല്ലേ പറഞ്ഞത്? നമുക്കറിയാം, റിമൈൻഡറിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ സംഖ്യയെ 10 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന റിമൈൻഡർ എത്ര ആയിരിക്കും? 5 ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും. അഭിജിത്തെ പറഞ്ഞത് മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പോൾ ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കുന്ന ശിഷ്ടം കിട്ടണമെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് എന്താണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നോക്കിയാൽ ഞാനിപ്പോൾ പറയുകയാണ് 2⁻33 2⁻33/10. ഈ സംഖ്യയെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്ര? അപ്പോൾ ഇതിന് നമ്മൾ വേറെ ട്രിക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാവും.
അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം 10 കൊണ്ടുള്ള ഹരണമാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, എന്ത് ചെയ്താൽ മതി, അതായത് 2⁻33 ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണെന്ന് നോക്കിയാൽ മതി. 2⁻33 ലാസ്റ്റ് ഡിജിറ്റ് നോക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ പഠിച്ച മെത്തേഡാണോ ഏത്, ആ മെത്തേഡ് പ്രകാരം അപ്ലൈ ചെയ്യുക. അതായത് ഇതിൻ്റെ പവറിനെ 2⁻33ൻ്റെ 33യെ 4 കൊണ്ട് ഹരിക്കുക, ശിഷ്ടം നോക്കുക. 4 കൊണ്ട് ഹരിക്കുമ്പോൾ 8 4 32, റിമൈൻഡർ 1 കിട്ടും. അപ്പോൾ 2⁻33യുടെ ലാസ്റ്റ് ഡേറ്റ് കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ 2⁻1ൻ്റെ ലാസ്റ്റ് ഡേറ്റ് കണ്ടുപിടിച്ചാൽ മതി. 2⁻1ൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ 2⁻33നെ 10 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം 2 ആയിരിക്കും. എപ്പോഴും 2 ആയിരിക്കത്തില്ല, അത് വ്യത്യാസം വരും. പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. എൻ്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് ഡിജിറ്റ് എന്താണെന്ന് നോക്കിയാൽ മതി, റിമൈൻഡർ കിട്ടും. 10 കൊണ്ടുള്ള ഹരണത്തിന് മാത്രമാണ്, 10 കൊണ്ടുള്ള ഹരണത്തിന് മാത്രം. ഓക്കെ, ഇത് ചോദിച്ചാണ് 2024 ചോദ്യമാണ്. ക്ലിയർ ആണല്ലോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? 2⁻33യുടെയൊക്കെ ലാസ്റ്റ് ഡേറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അറിയില്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലം അവസാനം നോക്കി കൺഫ്യൂഷൻ ആക്കണ്ട. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ചോദ്യം, ഫൈൻഡ് ദ റിമൈൻഡർ ഓഫ്, ഇതാണ് 31,20/21/22/23 ഇതേ ലോജിക്ക് തന്നെ അവിടെ അപ്ലൈ ചെയ്താൽ മതി. അതായത് അപ്പോൾ നമുക്ക് ഇവിടെയും നമുക്ക് എന്ത് ചെയ്താൽ മതി, അതായത് 31,3126/20 എന്ന് വെച്ചാൽ വീണ്ടും അതിൻ്റെ പവർ എടുത്തെടുത്ത് പോവുകയാണ്. അപ്പോൾ 3126 നമ്മൾ ഇത്രയും മാത്രം പരിഗണിച്ചാൽ, ലോജിക്ക് മാത്രം ജസ്റ്റ് നോക്കിയാൽ മതി. 3126/20 എന്ന് വെച്ചാൽ 3126 20 തവണ ഗുണിക്കുകയാണ്. 20 തവണ ഗുണിക്കുകയാണ് സംഗതി. അപ്പോൾ 20 തവണ ഗുണിച്ചാൽ നമുക്കറിയാം ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായാലും 6 ആണെങ്കിൽ 6 × 6 36 × 6 വീണ്ടും 6 വീണ്ടും 6 6. അപ്പോൾ നമുക്ക് മനസ്സിലാക്കും ഇതിൻ്റെ പവർ എടുക്കുമ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എപ്പോഴും 6 ആയിരിക്കും. അപ്പോൾ വീണ്ടും അതിൻ്റെ പവർ എടുത്താലും ലാസ്റ്റ് ഡിജിറ്റ് 6 ആയിരിക്കും. ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയാൽ മതി. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ സംഖ്യ 6 ആണെന്ന് വിചാരിക്കാം. 6നെ 5 കൊണ്ട് ഹരിച്ചായിരുന്നെങ്കിൽ റിമൈൻഡർ 1 5 5, റിമൈൻഡർ 1 ആണ്. ഇനി 16 ആയിരുന്നെങ്കിലോ, 16നെ 5 കൊണ്ട് ഹരിച്ചാലും 3 5 15, റിമൈൻഡർ എത്ര? 1 ആണ്. ഓക്കെ, ഇനി വേറെ വലിയ സംഖ്യ എടുക്കുന്നു. 1236നെ 5 കൊണ്ട് ഹരിക്കുന്നു. ഹരിച്ചാലും 1236ന് തൊട്ട് മുന്നേ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ 1235 അപ്പോൾ ഇതിനെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന റിമൈൻഡറും 1 ആയിരിക്കും. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 6 ആയതുകൊണ്ട് 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന റിമൈൻഡർ എത്ര ആയിരിക്കും? ഓൾവേസ് 1 ആയിരിക്കും. പിന്നെ നമ്മൾ പരതി പോകേണ്ട കാര്യമില്ല. ഇതൊക്കെ ലോജിക്കാണ്, അല്ലാതെ ഇതിനകത്ത് ഒരു തിയറി നോക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ഫസ്റ്റ് നോക്കേണ്ട കാര്യം 3126/20 എടുക്കുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എപ്പോഴും 6 ആയിരിക്കും. അപ്പം ഞാൻ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അതായത് നമ്മൾ ലാസ്റ്റ് ഡേറ്റ് 6 ആയിരിക്കും. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 6 ആയിട്ടുള്ള ഒരു സംഖ്യയെ 5 കൊണ്ട് ഹരിച്ചാൽ എപ്പോഴും റിമൈൻഡർ 1 ആയിരിക്കും. എപ്പോഴും ഓൾവേസ് റിമൈൻഡർ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്. ഇവിടെ ഒന്നും ചെയ്യാനില്ല, റിമൈൻഡറിൻ്റെ തിയറി ഒന്നും അപ്ലൈ ചെയ്യാനില്ല, റിമൈൻഡറിൻ്റെ ട്രിക്കുകളും അപ്ലൈ ചെയ്യാനില്ല. ജസ്റ്റ് ഒരു ലോജിക്ക് 5 കൊണ്ട് ഹരിക്കുന്ന, അല്ലാതെ നമ്മൾക്ക് നമ്മൾ അതിൻ്റെ തിയറിയിലേക്ക് ട്രിക്കിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നതുമില്ല. ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കത് കോംപ്ലിക്കേറ്റഡുമാണ്. അപ്പോൾ നോക്കിയാൽ മതി, ലാസ്റ്റ് ഡിജിറ്റ് എന്താണോ 6 ആയതുകൊണ്ട് തന്നെ ഇതിനെ ഹരിച്ചാൽ എപ്പോഴും റിമൈൻഡർ 1 ആയിരിക്കും. 5 കൊണ്ട് ഹരിക്കുകയാണ്. അതേസമയം 10 കൊണ്ടായിരുന്നെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്താണോ, ഇപ്പോൾ ഈ സംഖ്യ 3126/20 അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ ഇതൊരു വലിയ സംഖ്യയാണ്. അതിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ ഓൾവേസ് ലാസ്റ്റ് ഡിജിറ്റ് 6 ആയിരിക്കും. അപ്പോൾ ഇവിടെ 10 കൊണ്ട് ഹരിച്ചാലുള്ള റിമൈൻഡർ ആയിരുന്നെങ്കിൽ ഉത്തരം 6 ആണ്. ഇവിടെ 5 കൊണ്ടാണ് ഹരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ അല്ലേ പറഞ്ഞത്? ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമുള്ള കാര്യമാണ്. ജസ്റ്റ് ഒന്ന് നോക്കുക, പെട്ടെന്ന് തന്നെ മനസ്സിലാകും. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. The speed of a boat is 12 km/h in still water. നിശ്ചല ജലത്തിലുള്ള ബോട്ടിൻ്റെ വേഗത എത്രയാണ്? 12 km/h ആണ്. ഓക്കെ, നിശ്ചല ജലത്തിലുള്ള ബോട്ടിൻ്റെ വേഗത 12 km/h ആണ്. ഓക്കെ, സ്പീഡ് ഓഫ് കറണ്ട്, ഒഴുക്കിൻ്റെ വേഗത 8 km/h ആണ്. ഒഴുക്കിൻ്റെ വേഗത 8 km/h ആണ്. The boat is taken to a certain distance in the direction of the current. കറണ്ട് എന്ന് ഉദ്ദേശിക്കുന്ന നമ്മളെ ഇലക്ട്രിസിറ്റിയിലെ കറണ്ട് അല്ല, ഇവിടെ എന്താ ഒഴുക്ക്. നമ്മൾ ജലത്തിലൂടെയാണല്ലോ ബോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ ആ ജലത്തിൻ്റെ ഒഴുക്കിനെയാണ് നമ്മൾ കറണ്ട്, പ്രവാഹത്തിൻ്റെ ഇംഗ്ലീഷ് വാക്ക് പ്രവാഹം, ഒഴുക്ക്.
അപ്പോൾ ഒഴുക്കാണ് ഇവിടെ കറണ്ട് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു നിശ്ചിത ദൂരം ബോട്ട് ഒഴുക്കിന് അനുകൂലമായിട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി കറണ്ട് പോകുന്നു ആൻഡ് ബോട്ട് ബാക്ക് ടു ദി സെയിം പോയിന്റ്, എന്നിട്ട് തിരിച്ച് അതേ പോയിന്റിലേക്ക് തന്നെ വരുന്നു. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദി ബോട്ട് ഡ്യൂറിങ് ദി എൻറ്റയർ ജേർണി? അപ്പോൾ ബോട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി, അത് ഒഴുക്കിന് അനുകൂലമായിട്ടാണ് അങ്ങോട്ട് പോയത്, ഇപ്പോൾ തിരിച്ചു വരുന്നു, തിരിച്ച് അതേ സ്ഥലത്തൂടെ തിരിച്ചു വരുന്നു. അപ്പോൾ ഇയാൾ ഫുള്ള് യാത്ര ചെയ്തു, ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വന്നു എങ്കിൽ ഈ ബോട്ടിൻ്റെ ആവറേജ് സ്പീഡ് എത്രയാണ്? ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇത് വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള കൺസെപ്റ്റ് ഒന്നുമല്ല. നിങ്ങൾക്ക് ഇവിടെ ഡൗൺ സ്ട്രീം സ്പീഡും അപ്പ് സ്ട്രീം സ്പീഡും കണ്ടുപിടിക്കാൻ അറിയാമായിരിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് സിംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, പെട്ടെന്നാവട്ടെ. ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കുക. നിശ്ചല ജലത്തിലുള്ള ബോട്ടിൻ്റെ വേഗത തന്നിട്ടുണ്ട്. നിശ്ചല ജലത്തിലുള്ള ബോട്ടിൻ്റെ വേഗത തന്നിട്ടുണ്ട്. നിശ്ചല ജലത്തിലുള്ള ബോട്ടിൻ്റെ വേഗതയുണ്ട്, ഒഴുക്കിൻ്റെ വേഗതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് 2024 ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ ബോട്ട് ഒഴുക്കിന് അനുകൂലമായിട്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു, എന്നിട്ട് തിരിച്ചു വരുന്നു എങ്കിൽ ബോട്ടിൻ്റെ ഈ സഞ്ചാരത്തിലെ മുഴുവനായിട്ടുള്ള ശരാശരി വേഗത എത്രയാണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഞാനിവിടെ ഒരു പോയിന്റ് പറയാം. ഇവിടെ ശരാശരി വേഗത കാണണമെങ്കിൽ ജസ്റ്റ് ഇത്രയും ആലോചിച്ചാൽ മതി. ഇതെങ്ങനെ കിട്ടുന്നതെന്നും കൂടെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ 2 ഇൻറ്റു ഡൗൺ സ്ട്രീം സ്പീഡ് ഇൻറ്റു അപ്പ് സ്ട്രീം സ്പീഡ് ഡിവൈഡഡ് ബൈ ഡൗൺ സ്ട്രീം സ്പീഡ് പ്ലസ് അപ്പ് സ്ട്രീം സ്പീഡ് എടുത്താൽ മതി. 2xy ബൈ എക്സ് പ്ലസ് വൈ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് തുല്യ ദൂരേ രണ്ട് വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിച്ചാൽ, അതായത് ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ പി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ക്യൂ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് സഞ്ചരിക്കുന്നു, തിരിച്ച് വീണ്ടും ക്യൂയിൽ നിന്ന് പിയിലോട്ടും സഞ്ചരിക്കുന്നു. അപ്പോൾ പിയിൽ നിന്ന് ക്യൂയിലോട്ട് പോയപ്പോൾ ഉള്ള അയാളുടെ വേഗത എക്സ് km/h ആണ്. തിരിച്ച് ക്യൂയിൽ നിന്ന് പിയിലോട്ട് വന്നിട്ടുള്ള വേഗത y km/h ആണ്. അപ്പോൾ ഇയാൾ അങ്ങോട്ടൊരു വേഗത്തിൽ പോയി, ഇങ്ങോട്ട് മറ്റൊരു വേഗതയിൽ പോയി. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഫുള്ള് ജേണിയിൽ, ഇയാളുടെ മൊത്ത യാത്രയിൽ ഇയാളുടെ ശരാശരി സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ശരാശരി സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ബേസിക് ഫോർമുല ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം എന്നാണ്. പക്ഷെ ഇത് അവിടെ ആ ഫോർമുലയിലേക്കൊന്നും പോകണ്ട. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ 2 സ്പീഡ് തന്നിട്ടുണ്ടെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 2xy ബൈ എക്സ് പ്ലസ് വൈ എന്ന് അപ്ലൈ ചെയ്താൽ മതി. 2xy ബൈ എക്സ് പ്ലസ് വൈ നിങ്ങൾക്കറിയാം, അറിയില്ലേടാ? 2xy ബൈ എക്സ് പ്ലസ് വൈ അപ്ലൈ ചെയ്താൽ മതി. പറഞ്ഞ പോയിന്റ് മനസ്സിലായി? ഈ പറഞ്ഞ പോയിന്റ്, ഇപ്പോൾ ഇത്രയും പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? 6 അല്ലല്ലോ, 6 ആണോ? നമുക്ക് നോക്കാം. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അതായത് 2 തുല്യ ദൂരം, അതായത് 2 തുല്യ ദൂരമായത്. ഇപ്പോൾ ഒരാൾ പിയിൽ നിന്ന് ക്യൂയിലോട്ട് പോയിട്ട് തിരിച്ച് അതേ വഴി ക്യൂയിൽ നിന്ന് പിയിലോട്ട് വരുന്നു. അങ്ങോട്ട് പോയപ്പോൾ ഉള്ള വേഗത x km/h ആണ്, തിരിച്ചു വന്നപ്പോഴുള്ള വേഗത y km/h ആണ്. അങ്ങനെയാണെങ്കിൽ 2 വേഗതയുണ്ട്. അപ്പോൾ 2 തുല്യ ദൂരം 2 വേഗതയിൽ സഞ്ചരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ശരാശരി വേഗത കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2 ഇൻറ്റു xy ബൈ എക്സ് പ്ലസ് വൈ എടുത്താൽ മതി. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇത് പഠിച്ചിട്ടുണ്ടാവും. യെസ് ഓർ നോ? പഠിച്ചിട്ടില്ലേ? ഓക്കെ, വെരി ഗുഡ് അഭിജിത്ത്, അല്ലേ? അവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം സ്പീഡാണ്, വൈ എന്ന് പറഞ്ഞാൽ അപ്പ് സ്ട്രീം സ്പീഡാണ്. ഇവിടെ എന്താ കേസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നോക്കിയേ. അതായത് നമുക്ക് ഒരു ബോട്ട്, അപ്പോൾ ഒരു സ്ഥലമുണ്ട്, ഒരു സ്ഥലത്ത് നിന്ന് സർട്ടൈൻ ഡിസ്റ്റൻസ്, ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നു. അപ്പോൾ ഇത് ജലമാണ്. ഓക്കെ, ജലത്തിൻ്റെ ഒഴുക്ക് അങ്ങോട്ടാണ്, ജലം ഒഴുകുന്ന അങ്ങോട്ടാണ്, എങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക, വെള്ളം അങ്ങോട്ട് ഒഴുകുകയാണ്. അപ്പോൾ ബോട്ട് ഇവിടെയാണ് ബോട്ട് ഇപ്പോൾ നിൽക്കുകയാണ്, ബോട്ടാണെന്ന് വിചാരിക്കുക. ഓക്കെ, ബോട്ട് ഇവിടുന്ന് അങ്ങോട്ട് സഞ്ചരിക്കുന്നു, ഇപ്പോൾ ഒഴുക്ക് അങ്ങോട്ടാണ്. അപ്പോൾ ബോട്ട് ചലിക്കാത്ത ജലമായിരുന്നെങ്കിൽ ആ ബോട്ടിൻ്റെ വേഗത 12 km/h ആണ്. അതാ പറഞ്ഞിരിക്കുന്നത് നിശ്ചല ജലത്തിലുള്ള ബോട്ടിൻ്റെ വേഗത. ഓട്ടോമാറ്റിക്കായിട്ട് ഒഴുക്കുണ്ട്, ആ ഒഴുക്കിനൊരു വേഗതയുണ്ട്. അതാണ് എത്ര? 8 km/h. 1 മണിക്കൂറിൽ 8 കിലോമീറ്റർ സഞ്ചരിക്കും. ഒഴുക്കിൻ്റെ വേഗതയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ബോട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒഴുക്ക് അങ്ങോട്ടാണെന്ന് പറഞ്ഞു, ഞാൻ ആരെ വരച്ചേക്കുന്നിടത്ത്. അപ്പോൾ ബോട്ട് ഇവിടുന്ന് അങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ ഒഴുക്കിന് അനുകൂലമായി. അപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ബോട്ട് ആദ്യം ഒരു നിശ്ചിത ദൂരം, അതായത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഒഴുക്കിന് അനുകൂലമായിട്ട് സഞ്ചരിക്കുന്നു. അപ്പോൾ അങ്ങോട്ട് ഈ ബോട്ട് സഞ്ചരിക്കുന്ന വേഗത ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള ബോട്ടിൻ്റെ വേഗതയാണ്. ഈ ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള ബോട്ടിൻ്റെ വേഗതയെ നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേരാണ് ഡൗൺ സ്ട്രീം സ്പീഡ്. അപ്പോൾ ബോട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വേഗത എന്ത് വേഗതയാടാ? ഡൗൺ സ്ട്രീം സ്പീഡാണ്. അല്ലടാ, റിലേറ്റീവ് സ്പീഡല്ല, ഇത് ബോട്ടിൻ്റെ ചോദ്യമാണ്. ബോട്ട് ആൻഡ് സ്ട്രീം എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ് ഇത്. വർക്ക് ഓൺ ടൈമിൽ നിങ്ങൾ LCM വഴിയായിരിക്കും ചെയ്തിട്ടുള്ളത്, അല്ലേ? അങ്ങനല്ലേ ചെയ്തേക്കുന്നത്?
അഭിജിത്ത് LCM മൊഴിയല്ലേ ചെയ്തേക്കുന്നത്? LCM മൊഴി നമ്മൾ ഇവരുടെ അല്ലേ വർക്ക് ഏതാണെന്ന് നിശ്ചയിക്കും. വളരെ എളുപ്പമാണ്. വാല്യൂസൊക്കെ നമ്മൾക്ക് പെട്ടെന്ന്, ഞാൻ LCM ഒന്നും ഇനി പറയുന്നില്ല. ആദ്യം ഇവരുടെ വർക്ക്, ഇവരുടെ കഴിവ് കണ്ടുപിടിക്കണം. കഴിവെന്ന് വെച്ചാൽ ഒരു ദിവസം ചെയ്യുന്ന ജോലി എത്രയാണെന്ന് എടുക്കുക. ജോലി എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ജോലി എടുക്കാം. അപ്പോൾ ഞാനെപ്പോഴും പറയുമ്പോൾ പിന്നെ മണ്ണ് കുടിക്കുന്ന ജോലി ഞാൻ പറയാറ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ്. ഇഷ്ടമുള്ള എടുക്കാം. ആപ്പിളിൽ നിന്നു, ചോക്ലേറ്റിൽ നിന്നു, എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ. അപ്പോൾ നമ്മൾ പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നത് എങ്ങനെയാണ്, ഒരു ജോലി 15 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും അല്ലേ. ഒരു ജോലി അല്ലേ, അല്ലേ, ഒരു ജോലി 60 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം. 6 കുറച്ച് ദിവസം കൊണ്ട് ജോലി തീർക്കും. അപ്പോൾ 6ൻ്റെ കഴിവ് വളരെ കൂടുതലാണ്, പെട്ടെന്ന് ജോലി തീർക്കും. 6ൻ്റെ കഴിവ് കൂടുതലാണ് അല്ലേ. എസിൻ്റെ കഴിവ് കുറവാണ്, കാരണം കൂടുതൽ സമയം എടുക്കും. കൂടുതൽ സമയം എടുത്താൽ കഴിവ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് നമുക്കിവിടെ സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ഇവരുടെ കഴിവ് കണ്ടുപിടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടുത്തെ ചോദ്യം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്താണ്, രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങൾ LCM ഒന്നും കണ്ടുപിടിക്കേണ്ട, അത് നിങ്ങൾക്കറിയാം. എന്ത് ചെയ്താൽ മതി, 15 × 60 / 15 + 60 എടുത്താൽ മതി. 75 എടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ ഉത്തരം കിട്ടും അല്ലേ. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ചോദ്യമെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട. പക്ഷേ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജോലി ചെയ്യുകയാണ്, പക്ഷേ ഒന്നിടെ വിട്ടാണ് ആദ്യം തനിച്ചാണ് ജോലി ചെയ്യുന്നത്. അതായത് ഒരാൾ ഒരു ദിവസം ജോലി ചെയ്താൽ മറ്റേ അയാളുടെ കൂടെ കാണത്തില്ല. അപ്പോൾ ഓരോ ദിവസം ഓരോരുത്തരാണ് ജോലി ചെയ്യുന്നത്, ആൾട്ടർനേറ്റ് ജോലി ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് മനസ്സിലാക്കണം. ഇവിടുത്തെ ചോദ്യത്തിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീരുമെന്ന് വെച്ചാൽ വളരെ എളുപ്പമായിരുന്നു. അവിടെ LCM എടുക്കേണ്ട, ഒന്നും എടുക്കേണ്ട. നമുക്ക് ട്രിക്കൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. XY/X+Y യൂസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 15 × 60 / 15 + 60 എടുത്താൽ മതി. ഇവിടെ പക്ഷേ അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ LCM, അതായത് വർക്കൊക്കെ ഒന്ന് നിശ്ചയിക്കണം. വർക്കൊക്കെ ഇഷ്ടമുള്ളത് നിശ്ചയിക്കാം. എപ്പോഴും വർക്ക് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഈ 2 സമയങ്ങളുടെ LCM ആണ്. 15ൻ്റെ 60ൻ്റെ LCM എടുക്കാൻ അറിയാം. വലിയ സംഖ്യ 60, 15ൻ്റെ മൾട്ടിപ്പിളാണ് 60, അതുകൊണ്ട് LCM 60 ആണ്. അപ്പോൾ നമ്മുടെ വർക്ക് എന്താ, 60 ആണ്. പക്ഷേ ഞാൻ പറയുന്നത് കുഴിക്കുക എന്ന ജോലിയാണ്. അപ്പോൾ എൻ്റെ ജോലി എന്ന് വെച്ചാൽ 60 മീറ്റർ കുഴിക്കാനാണ് ജോലി. അപ്പോൾ ഈ 60 മീറ്റർ കുഴിക്കുന്ന കുഴിയുടെ അളവനുസരിച്ച് R-ൻ്റെ S-ൻ്റെ എന്ത് കണ്ടുപിടിക്കുക, എഫിഷ്യൻസി കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കറിയാം ഈ 60 മീറ്റർ കുഴിക്കാൻ R എന്ന് പറഞ്ഞ ആൾ 15 ദിവസം എടുക്കും എങ്കിൽ R ഒരു ദിവസം ചെയ്യുന്ന ജോലിയാണ് R-ൻ്റെ എഫിഷ്യൻസി. അപ്പോൾ R ഒരു ദിവസം എത്ര മീറ്റർ കുഴിക്കും, 60/15 4 മീറ്റർ കുഴിക്കും. അപ്പോൾ ഒരു ദിവസം R ചെയ്യുന്ന ജോലി, ഇതാണ് R-ൻ്റെ എഫിഷ്യൻസി, 4 മീറ്ററാണ്. 4 മീറ്റർ കുഴിക്കും. അതേസമയം ഈ 60 മീറ്റർ കുഴിക്കാൻ S-ന് 60 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര മീറ്റർ കുഴിക്കും, 60/60 1 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ രണ്ടുപേരുടെയും കഴിവ് കണ്ടുപിടിച്ചു. ആക്ച്വലി 2 പേരെ ഉള്ളെങ്കിൽ എഫിഷ്യൻസി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, എടുക്കുന്ന സമയം നേരെ ഉൾട്ട അടിച്ചാൽ എന്ത് കിട്ടും, എഫിഷ്യൻസി കിട്ടും. പക്ഷേ ഇവിടെ നമുക്ക് വർക്ക് എന്താണെന്ന് ഉണ്ടായതുകൊണ്ട് നമ്മൾ വർക്കും കൂടെ പറഞ്ഞെന്ന് മാത്രം, അതുകൊണ്ട് അത് വെച്ചുകൊണ്ടങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തു. നമുക്ക് എഫിഷ്യൻസി മാത്രം മതിയായിരുന്നെങ്കിൽ ഇവരുടെ എടുക്കുന്ന 15:60 എടുത്തിട്ട് നേരെ തിരിച്ചിട്ടാൽ എഫിഷ്യൻസി ആവും, 2 പേരെ ഉള്ളൂ എങ്കിൽ. ഓക്കെ. അപ്പോൾ നമുക്ക് കിട്ടി. അതായത് ഒരു ദിവസം R 4 മീറ്റർ കുഴിക്കും, S 1 മീറ്റർ കുഴിക്കും. അപ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജോലി ചെയ്താൽ, രണ്ടുപേരും ഒരുമിച്ചല്ല, ആദ്യം 6 ജോലി, രണ്ടുപേരും കൂടെ ഒരുമിച്ചല്ല. ഫസ്റ്റ് ഡേ 6 ജോലി തുടങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം നമുക്ക് എത്ര മീറ്റർ 6 കുഴിക്കും, 4 മീറ്റർ കുഴിക്കും. രണ്ടാമത്തെ ദിവസം 6 അല്ല ജോലി ചെയ്യുന്നത്, S ആണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ സെക്കൻഡ് ഡേയിൽ ആരാ ജോലി ചെയ്യുന്നത്, S മാത്രമാണ്. അപ്പോൾ രണ്ടാമത്തെ ദിവസം 1 മീറ്റർ കുഴിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി 2 ദിവസം കൊണ്ട് 5 മീറ്റർ കുഴിക്കും അല്ലേ. അപ്പോൾ അതാണ് കോമ്പിനേഷനാണ്. പിന്നെ മൂന്നാമത്തെ ദിവസം 5 അല്ല കുഴിക്കുന്നത്, മൂന്നാമത്തെ ദിവസം 4, നാലാമത്തെ ദിവസം വീണ്ടും 1, അങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം 2 ദിവസം കൊണ്ട് ടോട്ടല് 5 മീറ്റർ കുഴിച്ചു. 2 ദിവസം കൊണ്ട്, ശരിയല്ലേ. നമുക്ക് എത്ര മീറ്റർ കുഴിക്കണം ടോട്ടല്, 60 മീറ്റർ. അപ്പോൾ 5 മീറ്റർ കുഴിക്കാൻ 2 ദിവസമാണെങ്കിൽ 1 മീറ്റർ കുഴിക്കാൻ 1 മീറ്റർ ഇവിടെ 5ൻ്റെ സ്ഥാനത്ത് 1 ആക്കിയാൽ മതി. 1 ആക്കണമെങ്കിൽ 2/5, നമ്മൾ മറ്റേ യൂണിറ്ററി മെത്തേഡ് പ്രകാരം പറയുകയാണ്. അപ്പോൾ 2/5 ദിവസം അല്ലേ. അങ്ങനെയാണെങ്കിൽ 60 മീറ്റർ കുഴിക്കാൻ 2/5 × 60 അല്ലേ. അപ്പോൾ നമ്മൾ വെട്ടിക്കളഞ്ഞു, 5ഉം 60ഉം വെട്ടി, 12 കിട്ടി. 12 × 2 എത്ര, 24 ദിവസം ഒന്ന് കിട്ടും. പറഞ്ഞത് മനസ്സിലായ? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. മനസ്സിലായ? ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ? സംശയമുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? എളുപ്പമല്ലേ? അതായത് 2 ദിവസം കൊണ്ട് 5 മീറ്റർ.
നമ്മൾ 2 ദിവസത്തെ എടുക്കണ്ട, കാരണം 2 ദിവസമാണ്, 2 ദിവസം വെച്ചിട്ട് ഇപ്പോൾ അടുത്ത 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും 10 മീറ്റർ, അപ്പോൾ 5 വെച്ചാണ് കോമ്പിനേഷനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു ദിവസത്തെ മാത്രം എടുക്കാൻ പറ്റത്തില്ല, കാരണം ഒരു ദിവസം ചെയ്യുന്ന ജോലിയും രണ്ടാമത്തെ ദിവസം ചെയ്യുന്ന ജോലിയും വ്യത്യസ്തമാണ്. അപ്പോൾ 2 ദിവസം കൊണ്ട് വെച്ച് ചെയ്യുന്ന ജോലി സെയിം ആണ്. അപ്പോൾ 2 ദിവസം കൊണ്ട് ടോട്ടൽ 5 മീറ്റർ എടുക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമുക്ക് 60 മീറ്റർ കുഴിക്കണം, അതാണ് നമ്മുടെ ജോലി. അപ്പോൾ നമ്മളെന്താ 5 മീറ്റർ കുഴിക്കാൻ 2 ദിവസം, അങ്ങനെയാണെങ്കിൽ 60 മീറ്റർ. ഈ 5ൻ്റെ സ്ഥാനത്ത് 60 വെക്കുകയാണെങ്കിൽ 5 അങ്ങോട്ട് കളയണം, അപ്പോൾ 5 അങ്ങ് അടിയിലേക്ക് പോകും. അപ്പോൾ ഇവിടെ 60 മീറ്റർ കിട്ടണമെങ്കിൽ ഇവിടെ 60 കൊണ്ട് ഗുണിക്കണം രണ്ടിടത്ത്. അപ്പോൾ 60 മീറ്റർ കിട്ടണമെങ്കിൽ എന്താ കുഴിക്കണമെങ്കിൽ 2/5 × 60, ഇതാണ് ഞാൻ എഴുതിയത്. ഓക്കെ, അപ്പോൾ 5 60 വെട്ടി 12 കിട്ടി, 12 × 2 24 ദിവസം കിട്ടും. അല്ലേ 2 ദിവസം 5, അങ്ങനെ 60 ആക്കണമെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കണമെന്ന് ആലോചിച്ചാൽ മതി. 2 ദിവസം കൊണ്ട് 5 മീറ്റർ, അപ്പോൾ 60 ആക്കണമെങ്കിൽ ഇവിടെ 2 എടുത്തും 12 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 60 മീറ്റർ കുഴിക്കണമെങ്കിൽ 12 × 2 24 ദിവസം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായി. ദ ആവറേജ് ഓഫ് 5 consecutive odd numbers is 21. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ ഔട്ട് ഓഫ് ദീസ് 5 numbers? 5 തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യകളുടെ ആവറേജ് 21 എങ്കിൽ ആ 5 നമ്പേഴ്സിലെ വലിയ സംഖ്യ ഏതാണ്? ഇതാണ് ചോദ്യം അല്ലേ. നമുക്കിതൊരു സിമെട്രിയുള്ള ഒബ്സർവേഷനുകളാണ്. തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യകൾ എന്ന് വെച്ചാൽ ആദ്യത്തെ ഒറ്റ സംഖ്യ എക്സ് ആണെങ്കിൽ അടുത്ത ഒറ്റ സംഖ്യ x+2 ആണ്, അതിൻ്റെ അടുത്തത് x+4 ആണ്, അങ്ങനെ കൂട്ടിക്കൂട്ടും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഒറ്റ സംഖ്യ തുടർച്ചയായിട്ടുള്ള 5 സംഖ്യയിലെ ആദ്യത്തെ സംഖ്യ 13 ആണെങ്കിൽ അടുത്ത സംഖ്യ 15, പിന്നെ അടുത്തത് 17, അടുത്തത് 19, അടുത്തത് 21, അങ്ങനെ എടുക്കണ്ടേ. തുടർച്ചയായിട്ടുള്ള 5 ഒറ്റ സംഖ്യകളാണ്. ആ ഒറ്റ സംഖ്യകളെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു AP ആണ്, അരിത്മെറ്റിക് പ്രോഗ്രഷനിലാണ്. അരിത്മെറ്റിക് പ്രോഗ്രഷനിലാണെങ്കിൽ നമുക്കറിയാം മീഡിയനും ആവറേജും സെയിം ആണ്, അതായത് മധ്യത്ത് വരുന്ന സംഖ്യയും മീനും സെയിം ആണ്. ആ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് ചെയ്യാനും നമുക്കിവിടെ മനസ്സിലായി. ഇവിടെ നമ്മൾ ഫോർമുല എക്സ് ഒന്നും ഇട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ 5 സംഖ്യകളുടെ ആവറേജ്, തുടർച്ചയായിട്ടുള്ള 5 ഒറ്റ സംഖ്യകളുടെ ആവറേജ് 21 അപ്പോൾ തുടർച്ചയായിട്ടുള്ള 5 ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പോൾ അതിനൊരു സിമെട്രി ഉണ്ട്, അതൊരു AP എന്ന് വെച്ചാൽ അറിയാൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ, ഒരു കോൺസ്റ്റൻറ്റ് കൂട്ടി പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നടുക്കത്തെ സംഖ്യ വിളിക്കുന്ന പേരാണ് മീഡിയൻ. ആ മീഡിയനും മീനും അഥവാ ആവറേജും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ 5 സംഖ്യകളുടെ ആവറേജ് 21 ആണെങ്കിൽ 5 സംഖ്യകളുടെ ആവറേജ് 21 ആണെങ്കിൽ അതിൻ്റെ മധ്യമം എന്നാണ് മലയാളം, മീഡിയൻ അതിൻ്റെ മീഡിയനും ആവറേജും 21 തന്നെയാണ്. അപ്പോൾ മധ്യത്തെ ഏത് വെച്ചു? 21. ആ മധ്യത്തുള്ള സംഖ്യ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓഡ് സംഖ്യയാണ്. അപ്പോൾ നമ്മുടെ ഈ 5 സംഖ്യയിൽ വരുന്ന ഒരു സംഖ്യയാണ് 21. ഇനി ടോട്ടൽ 5 സംഖ്യയിലെ നടുക്ക് 21, വലത്തോട്ട് 2 സംഖ്യ, ഇടത്തോട്ട് സംഖ്യ, അപ്പോൾ ഇത് നടുക്ക് വരും. അപ്പോൾ വലത്തോട്ടുള്ള 2 സംഖ്യകൾ ഏതൊക്കെയാണ്? 23ഉം 25. ഇടത്തോട്ടുള്ള 2 സംഖ്യ ഏതൊക്കെയാണ്? 19ഉം 17. അപ്പോൾ സംഖ്യകൾ ഏതൊക്കെയാണ്? 17, 19, 21, 23, 25. ഈ 5 ഒറ്റ സംഖ്യകളുടെ ആവറേജ് ആണ് എത്ര? 21. ഈ 5 ഒറ്റ സംഖ്യകളുടെ ആവറേജ് 21 അതിൻ്റെ മധ്യമം മീഡിയനും 21 ആയിരിക്കും. അപ്പം മധ്യത്ത് നമ്മൾ ആ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് മധ്യത്ത് 21 വെച്ചിട്ട് ബാക്കി വലത്തോട്ട് 2, ടോട്ടൽ 5 ആണ്. അപ്പോൾ നടുക്ക് 21 വന്നാൽ വലത്തോട്ട് 2 സംഖ്യ ഉണ്ടാവും, ഇടത്തോട്ട് 2 സംഖ്യ. അപ്പോൾ വലത്തോട്ടുള്ള 2 സംഖ്യ 23, 25, ഇടത്തോട്ടുള്ള 2 സംഖ്യ 19, 17. അപ്പോൾ ആകെയുള്ള 5 സംഖ്യകൾ 17, 19, 21, 23, 25. ഇതിൽ ഈ 5 സംഖ്യയിലെ വലിയ സംഖ്യ ഏതാ? 5 സംഖ്യയിലെ വലിയ സംഖ്യ 25 ആണ്. അപ്പോൾ ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ്. ക്ലിയർ? വെരി ഗുഡ്. കുറച്ച് പേര് ചെയ്യുന്നുണ്ടല്ലോ. ബാക്കിയുള്ളവർക്ക് മനസ്സിലായടാ, സംഗതി മനസ്സിലായ? നമ്മുടെ പോയിന്റ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. AP യിലാണെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് കൂട്ടി പോകുന്ന സംഖ്യാശ്രേണിയാണെങ്കിൽ അതിൻ്റെ മീഡിയനും മീനും സെയിം ആയിരിക്കും. ഇപ്പോൾ ഇവിടെ മീനാ തന്നേക്കുന്നത്, അത് തന്നെ ആയിരിക്കും മീഡിയനും മധ്യത്തും. ഇപ്പം മധ്യത്ത് 21 വെച്ചിട്ട് വലത്തോട്ട് 2 എഴുതുക, ഇടത്തോട്ട് 2 എഴുതുക, സംഖ്യകൾ കിട്ടി. അല്ലാതെ എക്സിറ്റ് ചെയ്ത് സമയം കളയണ്ട. എക്സിറ്റ് ചെയ്യാം, സംഖ്യകൾ x, x+1, x+2, x, x+2, x+4 അങ്ങനെ എടുത്തിട്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ആവറേജ് ഇതാണെങ്കിൽ സം എത്രയാണെന്ന് എഴുതുക. എന്നിട്ട് എക്സിൻ്റെ സം എടുക്കുക, എക്സിൻ്റെ ടേംസ് കോൺസ്റ്റൻ്റ് വില ഒരു സൈഡ് എടുക്കുക, എക്സിൻ്റെ വില കണ്ടുപിടിക്കുക, എന്നിട്ട് എഴുതുക. അതിൻ്റെ കാര്യമില്ല, എളുപ്പമായി യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. കൺവേർട്ട് ടു 0.427. ഈ 427 27ൻ്റെ മേളിൽ ബാറുണ്ട്. നമ്മൾ റെക്കറിങ് ഡെസിമൽ എന്ന് അറിയാം, റിപ്പീറ്റഡ് ഡെസിമൽ എന്ന് പറയും അല്ലേ. ടെർമിനേറ്റിംഗ് അല്ല, നോൺ ടെർമിനേറ്റിംഗ്
നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റഡ് ഡെസിമലാണിത്. ഇതിനെ എന്താക്കാൻ, ഡെസിമലാക്കി പറയാൻ, ഫ്രാക്ഷനാക്കി പറയാൻ. പെട്ടെന്ന് ഉത്തരം പറ. അപ്പോൾ ഇത് റെക്കറിങ് ഡെസിമലാണ്, ദശാംശ സംഖ്യയാണ്, ആവർത്തന ദശാംശ സംഖ്യകൾ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്കറിയാം. ഇത് റിപ്പീറ്റിംഗ് ഡെസിമലാണ്. റിപ്പീറ്റിംഗ് ഡെസിമലിൽ തന്നെ എന്തുണ്ട്, അത് നോൺ ടെർമിനേറ്റിംഗ് ആണ്. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമലാണ്. അപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ നമുക്കറിയാം. അതായത് ഇവിടെ ന്യൂമറേറ്ററിലൊരു സംഖ്യ എഴുതണം, ഡിനോമിനേറ്ററിലൊരു സംഖ്യ എഴുതണം. ന്യൂമറേറ്ററിലെ സംഖ്യ കിട്ടണമെങ്കിൽ നമ്മളിവിടെ 0.427 ബാർ എന്ന് വെച്ചാൽ എന്താണെന്നറിയാമല്ലോ. 0.427 ബാർ എന്ന് വെച്ചാൽ 427 ബാർ എന്ന് വെച്ചാൽ ഈ 27ൻ്റെ മേളിലെ ബാറുള്ളത്. അതായത് ഇവിടെ 3 ഡിജിറ്റ് ഉണ്ട്, 4, 2, 7. അതിൽ 2, 7 മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. 2ൻ്റെ 7ൻ്റെ മേളിൽ മാത്രമേ ബാറുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് 0.427, 27, 27, 27, 27 എക്സെട്ര. അപ്പോൾ 2ഉം 7ഉം മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഡെസിമലിനെ വിളിക്കുന്ന പേരാണ് റെക്കറിങ്, റെക്കറിങ് ഡെസിമൽ എന്ന് പറയും അല്ലേ. പ്യൂറായിട്ടുള്ള റെക്കറിങ് ഡെസിമലുണ്ട്, മിക്സഡ് ആയിട്ടുള്ള റെക്കറിങ് ഡെസിമലുണ്ട്. ഇത് മിക്സഡ് ആണ്. അതായത് ഇവിടെ 4ഉം 2ഉം 7ഉം ഉണ്ട്. അവിടെ 2ഉം 7ഉം ആ 2 ഡിജിറ്റ് മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. 4 എന്ന് പറഞ്ഞ ഡിജിറ്റ് ഉണ്ട്, പക്ഷെ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് മിക്സഡ് റെക്കറിങ് ഡെസിമൽ. ഇപ്പോൾ കൺവേർട്ട് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. ന്യൂമറേറ്ററിലൊരു സംഖ്യ എഴുതണം, ഡിനോമിനേറ്ററിലൊരു സംഖ്യ എഴുതണം. ഇവിടെ മിക്സഡ് ആയതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഡിജിറ്റും ഉണ്ട്, റിപ്പീറ്റ് ചെയ്യാത്ത ഡിജിറ്റും ഉണ്ട്. അപ്പോൾ ന്യൂമറേറ്ററിലെ സംഖ്യ കിട്ടണമെങ്കിൽ എത്ര, 427. അതാണ് മേളിൽ നമ്മൾ കാണപ്പെടുന്നത് ദശാംശം മാറ്റിയാൽ കാണുന്ന സംഖ്യയാണ് 427. ആ ന്യൂമറേറ്ററിൽ 427 എഴുതുക. എന്നിട്ട് അതിൽ നിന്ന് ആക്ച്വലി ഇത് മിക്സഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാത്ത വാല്യൂ കുറച്ച് മാറ്റണം. ഇവിടെ റിപ്പീറ്റ് ചെയ്യാത്ത വാല്യൂ 4 ആണ്. ആ 4 അങ്ങ് ഇതിൽ നിന്ന് കുറച്ച് മാറ്റണം. ഇതാണ് ഇതിൻ്റെ ന്യൂമറേറ്റർ. ഇനി ഡിനോമിനേറ്ററിനകത്ത് 9കളും 0 ഉള്ളത്. റിപ്പീറ്റ് ചെയ്യുന്ന ഡിജിറ്റ് എത്ര ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 9 കൊടുക്കുക. ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന ഡിജിറ്റുകൾ 2, 7 ആണ്. അപ്പോൾ 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2, 9 അടിയിൽ കൊടുക്കുക. അപ്പോൾ 2, 9 അടിയിൽ അല്ലേ. റിപ്പീറ്റ് ചെയ്യാത്ത ഡിജിറ്റ് എത്ര എണ്ണം ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 0 കൊടുക്കുക. റിപ്പീറ്റ് ചെയ്യാത്ത ഡിജിറ്റ് 4 ആണ്, അത് ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ട് ഒരു 0 കൂടെ കൊടുക്കുക. അപ്പോൾ ഇതെന്തായി, അടിയിൽ 990 നേട്ടി. അപ്പോൾ 427 - 4 എന്ന് പറഞ്ഞാൽ 423 ആണ്. 423 അല്ലേ ഡിവൈഡഡ് ബൈ 990. ആക്ച്വലി 423ഉം 990ഉം ക്യാൻസൽ ചെയ്യാം. പക്ഷേ ഓപ്ഷൻ 423/990 എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരം അതെടുക്കാം. ഇനി നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഉത്തരം ഓപ്ഷനകത്ത് കണ്ടില്ലേ, നിങ്ങൾ എന്ത് ചെയ്യണം, അത് വെട്ടിച്ചെറുതാക്കണം. ഇവിടെ 423 9 കൊണ്ട് വെട്ടാം. 3 + 2 5, 5 + 4 9. 9ൻ്റെ മൾട്ടിപ്പിൾ ആണ് മേളത്തെ സംഖ്യ, താഴത്തെ സംഖ്യ 9ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ അതിനനുസരിച്ച് വെട്ടിച്ചെറുതാക്കിക്കോണം. പോയിന്റ് എത്രയേ ഉള്ളൂ. അപ്പോൾ ഉത്തരം ഏതാണ്, ഇവിടെ നമ്മൾ വെട്ടിച്ചെറുതാക്കേണ്ട ഉത്തരമുണ്ട് 423/990. അതായത് ഇത് മിക്സഡ് ആയതുകൊണ്ട് തന്നെ ന്യൂമറേറ്ററിൽ 427 - 4/990. ക്ലിയർ. അതേസമയം ഈ ചോദ്യം എങ്ങനെയായിരുന്നെങ്കിൽ 0.427 ബാർ എന്നായിരുന്നെങ്കിൽ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ, അതായത് 4ൻ്റെ മേളിലും ബാർ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ റെക്കറിങ് ഡെസിമൽ എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ വരുന്നത് എങ്ങനെ, 0.427, 427, 427, 427, 427 ഈ 3 ഡിജിറ്റും റിപ്പീറ്റ് ചെയ്യും. അതാണ് ഇങ്ങനെ ബാർ എവിടെയൊക്കെ വരുന്നോ അത് ആ ഡിജിറ്റും കൂടെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇതാണെന്ന് വെച്ചാൽ പ്യുവർ റെക്കറിങ് ഡെസിമലാണ്, ഉള്ള ഡിജിറ്റ് എല്ലാം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ എഴുതുമ്പോൾ ന്യൂമറേറ്ററിൽ എന്തുമാത്രം എഴുതിയാൽ മതി, 427 മാത്രം എഴുതിയാൽ മതി. ഇതായിരുന്നെങ്കിൽ കുറയ്ക്കണ്ട. അതേസമയം മിക്സഡ് ആയിരുന്നെങ്കിൽ ആ റിപ്പീറ്റ് ചെയ്യാത്ത ഡിജിറ്റ് കുറച്ച് മാറ്റണം. വ്യത്യാസം മനസ്സിലായല്ലോ. ഡിവൈഡ് ബൈ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന ഡിജിറ്റ് മാത്രം ഉണ്ടായതുകൊണ്ട് എന്ത് കൊടുക്കണ്ട, 0 നമ്മൾ കൊടുക്കണ്ട, പുട്ട് ചെയ്യണ്ട. പകരം 9കൾ മാത്രമേ ഉള്ളൂ. ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന ഡിജിറ്റ് 3 എണ്ണമാണ്, 4, 2, 7 3 എണ്ണം ഉണ്ട്. അപ്പോൾ 3, 9 കൊടുക്കുക. അടിയിൽ 3, 9 ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നെങ്കിൽ ഉത്തരം ഇതായിരുന്നു. ഇവിടെ 2ൻ്റെ 7ൻ്റെ മേളിൽ മാത്രമേ ബാർ ഉണ്ടായതുകൊണ്ട് 427 - 4 എടുത്തു. പിന്നെ ഡിവൈഡ് ബൈ റിപ്പീറ്റ് ചെയ്യുന്ന ഡിജിറ്റും ഉണ്ട്, റിപ്പീറ്റ് ചെയ്യാത്തതുണ്ട്. റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ എണ്ണത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് 0, റിപ്പീറ്റ് ചെയ്യാത്ത ഡിജിറ്റിൻ്റെ എണ്ണത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് 0 കൊടുക്കുക. റിപ്പീറ്റ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് 9ഉം റിപ്പീറ്റ് ചെയ്യാത്തതിന് കറസ്പോണ്ടിങ് ആയിട്ട് 0. പറഞ്ഞാൽ മനസ്സിലായടാ. ഈ ഉത്തരം കമൻറ്റ് ചെയ്യാത്തവർക്ക് പറഞ്ഞ കാര്യം മനസ്സിലായോ? യെസ് ഓർ നോ? നെക്സ്റ്റ് ചോദ്യം. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. 4 cows are tied at 4 corners, 1 at each corner of a rectangular field of length 30 meter and width
20 മീറ്റർ. അതായത് 4 പശുക്കളെ ഒരു റെക്റ്റാങ്കുലർ ഫീൽഡ് ഉണ്ട്, സ്ഥലമുണ്ട്, ഒരു സ്ഥലമുണ്ട്, റെക്റ്റാങ്കിൾ ഷേപ്പിലായിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ ലെങ്ത് 30 മീറ്ററും വിഡ്ത്ത് 20 മീറ്ററുമാണ് എങ്കിൽ എന്നിട്ട് അതിനെ ആ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു സ്ഥലത്തേക്ക് അതിൻ്റെ ഓരോ മൂലയ്ക്കും കുറ്റി അടിച്ചിട്ട് ഓരോ പശുക്കളെയും കെട്ടുന്നു. ആ പശുവിനെ കെട്ടുന്ന ആ കയറിൻ്റെ റോപ്പിൻ്റെ ലെങ്ത് 7 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദ ഫീൽഡ് ദാറ്റ് കൗസ് കനോട്ട് ഗ്രേസ്? അതായത് പശുക്കൾ മേയാത്ത സ്ഥലത്തിൻ്റെ ഏരിയ എത്ര ആയിരിക്കും? അപ്പോൾ ജസ്റ്റ് ഒരു ഫിഗർ വരയ്ക്കുക, എന്താ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കുക. പാടുള്ള ചോദ്യമൊന്നുമല്ല. നമുക്ക് റെക്റ്റാങ്കിളിൻ്റെയും സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല ജസ്റ്റ് അറിയാമെങ്കിൽ കാര്യം ഓക്കെ ആയി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഇതാണ് ഫിഗർ. അതായത് ഒരു റെക്റ്റാങ്കുലർ ഫീൽഡ് ഉണ്ട്. ആ റെക്റ്റാങ്കുലർ ഫീൽഡിൽ നമ്മൾ അതിൻ്റെ ലെങ്ത് 30 മീറ്ററും അതിൻ്റെ ബ്രെഡ്ത്ത് വിഡ്ത്ത് 20 മീറ്ററുമാണ്. അപ്പോൾ ആ റെക്റ്റാങ്കുലർ ഫീൽഡുള്ള സ്ഥലത്ത് നമ്മൾ 4 മൂലയ്ക്കും ഇവിടെ ഈ 4 മൂലയ്ക്കും ഒരു പശുക്കളെ കെട്ടുന്നു. കുറ്റി അടിച്ചിട്ട് അവിടെ പശുക്കളെ കെട്ടുന്നു. പശുക്കളെ കെട്ടുന്ന കയറിൻ്റെ ആ റോപ്പിൻ്റെ ലെങ്ത് എല്ലാം എത്ര തന്നെ 7 മീറ്റർ തന്നെയാണ്. എല്ലാത്തിൻ്റെ ലെങ്ത് നോക്കി 7 മീറ്ററാണ്. അപ്പോൾ നമ്മൾ പശുക്കളെ എങ്ങനെ കെട്ടുകയാണ്? അപ്പോൾ പശു കെട്ടിയാൽ ഈ പശുവിന് മാക്സിമം ഇവിടം വരെ, അതായത് 7 മീറ്റർ വരെ പോകാൻ പറ്റത്തുള്ളൂ. അതായത് ഈ സൈഡിലും 7 മീറ്റർ വരെ പോകാൻ പറ്റും. ഇതാണ് തന്നെ ഓരോ മൂലയ്ക്കും 7 മീറ്റർ. കാരണം ഇവിടെ മൊത്തം എന്താണെന്ന് മനസ്സിലാക്കുക, മുള്ളുവേലി കെട്ടിയേക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് ഇതിനപ്പുറത്തേക്ക് കടക്കാൻ പറ്റത്തില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു പശുവിന് മേയാൻ കഴിയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത്രയും സ്ഥലമാണ്. ഇത്രയും സ്ഥലം അല്ലേ? ഇത് കണക്ക് തന്നെ ഇത്രയും സ്ഥലം അല്ലേ? ഇത് കണക്ക് ഇത്രയും സ്ഥലം 7 മീറ്റർ വെച്ച് ഇത്രയും സ്ഥലം ഇങ്ങനെ. അപ്പോൾ ഇത്രയും സ്ഥലം ഈ ഓരോ പശുവിനും ഓരോ മൂലയ്ക്കും ഇത്രയും സ്ഥലം. അതായത് ഒരു സർക്കിൾ എടുത്താൽ അതിൻ്റെ ഒരു ക്വാഡ്രൻ്റ് അല്ലേ? ഇത്രയും ഭാഗം മേയാൻ പറ്റും. അപ്പോൾ ഇത്രയും ഭാഗം മേയാം. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് മേയാൻ പറ്റാത്ത സ്ഥലത്തിൻ്റെ ഏരിയ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ ഈ ഫീൽഡിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 കാര്യം അറിഞ്ഞാൽ മതി. എന്താ? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താണ്, സർക്കിളിൻ്റെ ഏരിയ എന്താണ്. 4 മൂലയ്ക്ക് 4 പശുക്കളെ കെട്ടുന്നു. അപ്പോൾ അതിന് ഓരോ പശുവിനും മേയാൻ പറ്റുന്ന സ്ഥലം ഇതാണ്. ഇതാണ് മേയാൻ പറ്റുന്ന സ്ഥലം. ഓരോ പശുവിനും ഓരോ മൂലയ്ക്കും മേയാൻ പറ്റുന്ന സ്ഥലം 7 മീറ്റർ ലെങ്തിൽ ഒരു സെക്ടർ അല്ലേ? ഒരു സർക്കിളിൻ്റെ സെക്ടറായിട്ട് ഇത്രയും ഭാഗം മേയാൻ പറ്റും. ഇത്രയും ഭാഗം മേയാൻ പറ്റും. ഇത് കണക്കിന് ഇവിടെ അത് കണക്കിന് മേയാൻ പറ്റും. ഇത്രയും മേയാൻ പറ്റും. ഇവിടെ അത് കണക്കിന് ഇവിടെ ഇത്രയും മേയാൻ പറ്റും. 7 മീറ്റർ ലെങ്തിൽ. അപ്പം നമ്മളിപ്പോൾ ഞാൻ ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. ആ ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ഫുള്ള് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമുക്ക് അറിയാം എത്രയാണ്? 30x20 ആണ്. എല്ലാം മീറ്റർ സ്ക്വയറിലാണ്. 30x20 ആണ്. അതിൽ നിന്ന് നോക്കിയേ, ഈ ഏരിയ ഈ മൂലക്കുള്ള, അതായത് ഈ മൂലക്കുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ അത് ഒരു സർക്കിളിൻ്റെ ഒരു സെക്ടറാണ് അല്ലേ? 4/1 ഭാഗമാണ്. അതായത് ഒരു സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 4/1 ഭാഗമാണ് ഓരോ മൂലയ്ക്കുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ 4 സെക്ടറുകളും ചേർത്ത് വെച്ചാൽ ഒരു ഫുള്ള് സർക്കിൾ കിട്ടും. എത്ര റേഡിയസ് ഉള്ള? 6 റേഡിയസ് ഉള്ള. അപ്പോൾ ഒറ്റയടിക്ക് തന്നെ നമുക്ക് ഇതിൻ്റെ ഈ 4 എണ്ണത്തിനൂടെ ഫുൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഓരോ മൂലയ്ക്കും 4/1 πr² ആണ്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ ടോട്ടലി πr². അതായത് ഈ 4 സെക്ടറുകളുടെ ചേർത്ത് വെച്ചാൽ ഒരു സർക്കിൾ കിട്ടും ഓഫ് റേഡിയസ് 7 മീറ്റർ. അപ്പോൾ നമുക്ക് നമ്മൾ ഈ സർക്കിളിൻ്റെ ഏരിയ കുറച്ച് മാറ്റിയാൽ മതി. സർക്കിളിൻ്റെ ഏരിയ πr² ആണ്. അപ്പോൾ πr² എന്ന് പറയുമ്പോൾ 22/7 × r² എന്ന് പറഞ്ഞാൽ 7ൻ്റെ സ്ക്വയർ ആണ്. 7 × 7. നിങ്ങൾ നോക്കിയേ, ഇവിടെ ക്യാൻസൽ ചെയ്തു, 0 ക്യാൻസൽ ചെയ്തു. ഞാൻ എഴുതുന്ന ആരും ഒന്നും കമൻറ്റ് ചെയ്യുന്നില്ല. മനസ്സിലായോ നിങ്ങൾക്ക് പറഞ്ഞ കാര്യം? അതായത് നമ്മൾ ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയിൽ നിന്ന് ആ 4 സെക്ടറുകളുടെ ഏരിയ കുറച്ചാൽ മതി. സെക്ടറുകളാണ്, സർക്കിളിൻ്റെ ഭാഗമാണ്. ഓക്കെ. അപ്പോൾ ഈ 4 സെക്ടറുകളുടെ ചേർത്ത് വെച്ചാൽ ഒരു ഫുള്ള് സർക്കിൾ കിട്ടും. ഈ 4 സെക്ടറുകളുടെ ചേർത്ത് വെച്ചാൽ ഒരു ഫുള്ള് സർക്കിൾ കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് ആ ഫുള്ള് സർക്കിളിൻ്റെ ഏരിയ എത്രയാണെന്ന് ഒറ്റയടിക്കങ്ങ് നോക്കിയാൽ മതി. അതാണ് ഞാൻ πr² എടുത്തത്.
ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ നോക്കണം, ഞാൻ ചെറിയ കാര്യം പറയാം. ഇവിടെ ഈ ലാസ്റ്റ് ഡിജിറ്റ് ഒരെണ്ണം 6 ബാക്കിയെല്ലാം 4. അപ്പോൾ ജസ്റ്റ് ഗുണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വേണമെങ്കിൽ നോക്കിയാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. 30 20 കൂടെ ഗുണിച്ചാൽ നമുക്കറിയാം 600. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 0. ഇനി 22 7 കൂടെ ഗുണിച്ചാൽ ഫുള്ള് ഗുണിച്ച് ഞാൻ പറയില്ല, 2 × 7 14. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 4. അപ്പോൾ ഇതിൽ നിന്ന് ഇത് 600. 600-ൽ നിന്ന് ലാസ്റ്റ് ഡിജിറ്റ് 4 സംഖ്യ കുറച്ചാൽ നമുക്കറിയാം 0-ൽ നിന്ന് 4 കുറയ്ക്കാനൊക്കത്തില്ല. അപ്പോൾ 1 കടമെടുത്താൽ 10 ആയി. 10-ൽ നിന്ന് 4 കുറച്ചാൽ 6 കിട്ടും. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 6 കിട്ടുന്നതാണ് ഉത്തരം. ലാസ്റ്റ് ഡിജിറ്റ് 6 കിട്ടുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. എത്രയാണ്? 446. അപ്പോൾ ഫുള്ള് ചെയ്യാൻ നിൽക്കരുതെന്നേ ഞാൻ പറഞ്ഞോളൂ. വേണമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് നോക്കി പെട്ടെന്ന് ചെയ്യാം. ഇല്ലാത്തവരെന്ത് ചെയ്യുക? ഫുള്ള് കണ്ടുപിടിക്കുക. ഗുണിക്കുമ്പോൾ 600 മൈനസ് 22 × 7 7 2 14 7 2 14 1 15 154. 600-ൽ നിന്ന് 154 കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ അല്ലേ, കടമെടുത്തു. ഇവിടെ 10 1 10-ൽ നിന്ന് 4 കുറച്ച 6. ഇവിടെ 9 ആണ്. 9-ൽ നിന്ന് 5 പോയാൽ 4. 5-ൽ നിന്ന് 1 പോയാൽ 4. 446. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു ഫിഗർ എപ്പോഴും വരയ്ക്കുക, എന്താണെന്ന് നോക്കുക. സമയം ലാഭിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഫുള്ള് ഗുണിച്ച് കുറച്ച് ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ കണ്ണോടിക്കുക. അപ്പോൾ 0-ൽ നിന്ന് 4 കുറച്ചാൽ കടമെടുത്തിട്ട് കുറയ്ക്കേണ്ടി വരും. അപ്പം 6 വരുന്നത്. ലാസ്റ്റ് ഡിജിറ്റ് 6 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് അത് പെട്ടെന്ന് എടുക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. സമയം കളയണ്ട. നെക്സ്റ്റ് ചോദ്യം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 11.5 പ്ലസ് 12.5 പ്ലസ് 13.5 പ്ലസ് 14.5? ഇതിൻ്റെ വില എത്രയാണ്? 2024 ചോദിച്ചാണ്. ഇതൊക്കെ 2024 പൊതുവിൽ 2021 അപേക്ഷിച്ച് വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. 2021 ആയിരുന്നു കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യം. ലാസ്റ്റ് ചോദിച്ച ചോദ്യങ്ങളും വലിയ പാടുള്ള ചോദ്യങ്ങളല്ല, 25 ചോദ്യങ്ങളും. അപ്പോൾ ഇത് നോക്കുക, പെട്ടെന്ന് ഉത്തരം കമൻറ്റ് ചെയ്യുക. നമുക്കറിയാം 11+12 എന്ന് വെച്ചാൽ 11.5 എന്ന് വെച്ചാൽ 11+12 എന്നാണ്. അപ്പോൾ 11+12 എന്നാണ്. 12 എന്ന് വെച്ചാൽ 12+12 എന്നാണ്. 13 എന്ന് വെച്ചാൽ 13+12 എന്നാണ്. 14 എന്ന് വെച്ചാൽ 14+12 എന്നാണ്. അപ്പോൾ നമ്മൾ ഈ പൂർണ്ണസംഖ്യ, ഈ മിശ്ര ഭിന്നത്തിൻ്റെ കൂടെയുള്ള എല്ലാ പൂർണ്ണസംഖ്യകളും കൂടെ കൂട്ടുക. അപ്പോൾ 11 + 12 23. 23 + 13 23 + 13 എത്ര കിട്ടും? 23 + 13 33 36 36 + 14 40 50. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ പൂർണ്ണസംഖ്യകളെല്ലാം കൂടെ കൂട്ടിയപ്പോൾ 50 കിട്ടി. ഇനി എന്തും കൂടെ കൂട്ടാനുണ്ട്? +1/2 എളുപ്പം കൂട്ടാം. അര + അര 1 അല്ലേ? വീണ്ടും അര + അര 1. അപ്പോൾ ടോട്ടലി 1 + 1 2. അപ്പോൾ 50 + 2 ആണ് ഉത്തരം 52. ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. അപ്പോൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. 11.5 എന്ന് പറഞ്ഞാൽ 11+12 എന്നാണ്. അപ്പോൾ കൂട്ടുമ്പോൾ എങ്ങനെയും കൂട്ടാമല്ലോ അല്ലേ? അപ്പോൾ 12 12 + 12 എന്നാണ്. അപ്പോൾ നമ്മൾ പൂർണ്ണസംഖ്യകളെല്ലാം കൂടെ എടുത്ത് ആദ്യം കൂട്ടി. അതെന്ന് പറഞ്ഞാൽ 50 കിട്ടി. ഇനി നമ്മൾ 2-1 2-1 2-1 2-1 4 2-1 കൂട്ടണം. അപ്പോൾ 2-1 + 2-1 1 2-1 + 2-1 വീണ്ടും 1. അപ്പോൾ 1 + 1 2 50 + 2 52. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ചോദ്യം എളുപ്പമുള്ള ചോദ്യമാണ്. അപ്പോൾ ആ സ്പ്ലിറ്റ് ചെയ്യുന്ന കൺസെപ്റ്റും കൂടെ ആലോചിച്ച് വെക്കാം. ചോദ്യം: ഹൗ മെനി സ്ഫെറിക്കൽ ബാൾസ് ഓഫ് റേഡിയസ് 8 cm ക്യാൻ ബി മെയ്ഡ് ബൈ മെൽറ്റിംഗ് എ ഹെമിസ്ഫിയർ ഓഫ് റേഡിയസ് 48 cm? അതായത് 48 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു ഹെമിസ്ഫിയറിൽ നിന്ന് ഉരുക്കി നിർമ്മിക്കാൻ കഴിയുന്ന 8 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള എത്ര സ്പെറിക്കൽ ബാളുകൾ നിർമ്മിക്കാൻ പറ്റും? അതായത് 48 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു ഹെമിസ്ഫിയർ ഉണ്ട്. ഹെമിസ്ഫിയർ എന്ന് അറിയാമല്ലോ, അർദ്ധഗോളം എന്ന് പറയും. ഒരു അർദ്ധഗോളമുണ്ട്. ആ അർദ്ധഗോളത്തിൻ്റെ ഫിഗർ വരയ്ക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്, വരച്ച് മനസ്സിൽ. ഇതാണ് ഹെമിസ്ഫിയർ. ഒരു ക്രിക്കറ്റ് ബോളിൻ്റെ പകുതി അല്ലെ ഷോർട്ട് പുറ്റിൻ്റെ പകുതി കണ്ടിച്ചാൽ എത്ര? അതാണ് ഹെമിസ്ഫിയർ. അപ്പോൾ അതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് എത്ര? 48 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഹെമിസ്ഫിയറിനെ ഉരുക്കുമ്പോൾ ഉരുക്കിയിട്ട് അത് നമുക്ക് മെൽറ്റ് ചെയ്യുമ്പോൾ എന്താ, ഇരുമ്പാണെങ്കിൽ ഇരുമ്പ്, എന്താവട്ടെ. അപ്പോൾ ഉരുക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പെറിക്കൽ ബോൾ, അതായത് ഷോർട്ട് പുട്ടിൻ്റെ രീതിയിലുള്ള ബോൾ അല്ലേ, അങ്ങനെയുള്ള സ്പെറിക്കൽ ബോൾസ്, ഗോളത്തിൻ്റെ ഷേപ്പിൽ അല്ലേ, ആ സ്പെറിക്കൽ ബോളുകൾ നിർമ്മിക്കുന്നു. ആ സ്പെറിക്കൽ ബോളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്ര? അതെന്ന് പറഞ്ഞാൽ 8 സെൻറ്റിമീറ്ററാണ്. അങ്ങനെ എത്ര എണ്ണം നിർമ്മിക്കാം? സാധാരണ ഇത് വോളിയം ബേസ്ഡ് കൺസെപ്റ്റാണ്, നമുക്ക് മനസ്സിലാവും. അതായത് ഉരുക്കിയിട്ട് മറ്റൊരെണ്ണം നിർമ്മിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കേണ്ട കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഏരിയ അല്ല, വോളിയമാണ്. അപ്പോൾ ഈ വോളിയത്തിൽ നിന്ന് എണ്ണം കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മുടെ പോയിൻ്റ് ഇത്രയും ആലോചിക്കാൻ മതി. വലിയ ഫിഗറിൻ്റെ വോളിയം കണ്ടുപിടിക്കുക. വലിയ ഫിഗറിൻ്റെ വോളിയം ബൈ ചെറിയ ഫിഗറിൻ്റെ വോളിയം എടുത്താൽ മതി, വേറൊന്നും ആലോചിക്കണ്ട. വലിയ ഫിഗർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹെമിസ്ഫിയർ ആണ്. എണ്ണം കിട്ടണമെങ്കിൽ വേറൊന്നും ആലോചിക്കണ്ട,
വലിയ ഫിഗറിൻ്റെ വോളിയം എടുക്കുക ഡിവൈഡ് ബൈ ചെറിയ ഫിഗറിൻ്റെ വോളിയം. വലിയ ഫിഗറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെമിസ്ഫിയറാണ്, അതിൻ്റെ വോളിയം. ഹെമിസ്ഫിയറിൻ്റെ വോളിയം നമുക്ക് സ്ഫിയറിൻ്റെ വോളിയത്തിൻ്റെ ഫോർമുല അറിയാം. സ്ഫിയർ ആണെങ്കിൽ വോളിയത്തിൻ്റെ ഫോർമുല സ്ഫിയറിൻ്റെ വോളിയത്തിൻ്റെ ഫോർമുല 4/3 πr³ ആണ്, πr³ ആണ്. അതേസമയം ഹെമിസ്ഫിയർ ആണെങ്കിൽ റേഡിയസ് r ആണെങ്കിൽ വോളിയം കാണാനുള്ള ഫോർമുല 2/3 πr³ ആണ്. ഇവിടുത്തെ രണ്ട് റേഡിയസും വ്യത്യാസമാണ്. ഇപ്പോൾ r ആണെങ്കിൽ 4/3 πr³, ഹെമിസ്ഫിയർ ആകുമ്പോൾ അതിൻ്റെ പകുതി 4/3 ഗോളത്തിൻ്റെ പകുതിയാണ്. അപ്പോൾ ഗോളത്തിൻ്റെ പകുതി ആകുമ്പോൾ 4/3 πr³ പകുതി എന്ന് വെച്ചാൽ 2/3 πr³ ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് പഠിക്കണം? നിങ്ങൾ ഇതിൻ്റെ ഫോർമുല പഠിക്കണം. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? പറഞ്ഞ പോയിന്റ് ഓക്കെ ആണോടാ? അതായത് എണ്ണ ഇവിടെ നമ്മൾ ഉരുക്കിയിട്ട് മറ്റൊരു ഫിഗർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇവിടെ വോളിയത്തിൻ്റെ കൺസെപ്റ്റാണ് വരുന്നത്. അപ്പോൾ വോളിയത്തിൻ്റെ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നിങ്ങൾ വലിയ വോളിയം ബൈ ചെറിയ വോളിയം എടുത്താൽ മതി. നീ ഏരിയയുടെ കൺസെപ്റ്റാണ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ വലിയ ഏരിയ ബൈ ചെറിയ ഏരിയ എടുത്താൽ മതി. അത്രയും ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇവിടെ വലിയ ഫിഗർ എന്ന് പറഞ്ഞാൽ ഹെമിസ്ഫിയർ ആണ് വലിയ, അതിൽ നിന്നാണ് ഉരുക്കി മറ്റേത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വലിയ ഫിഗർ എന്ന് പറഞ്ഞാൽ ഹെമിസ്ഫിയർ ആണ്. അപ്പോൾ അതിൻ്റെ വോളിയം ബൈ ചെറിയതിൻ്റെ വോളിയം. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുക, ഉത്തരം എത്ര എന്ന് പറയാം. പെട്ടെന്നാവട്ടെ. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായോ? ഒരിടത്ത് 48 മറ്റേടത്ത് 8. അപ്പോൾ ഇവിടെ ഹെമിസ്ഫിയറിൻ്റെ വോളിയം എന്ന് വെച്ചാൽ 4/3 π ഇൻറ്റു r എന്ന് പറഞ്ഞാൽ 48ൻ്റെ ക്യൂബ് എന്ന് വെച്ചാൽ 48 ഇൻറ്റു അങ്ങനെ അങ്ങ് എഴുതാം, 48 ഇൻറ്റു 48 അല്ലേ, ഹോൾ ഡിവൈഡഡ് ബൈ നമ്മുടെ സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഹെമിസ്ഫിയറിൻ്റെ 2/3 ബൈ മിസ്റ്റേക്ക് ഹെമിസ്ഫിയറിൻ്റെ വോളിയം 2/3 πr³ ആണ്. അപ്പോൾ 2/3 ഇൻറ്റു π ഇൻറ്റു 48 ഇൻറ്റു 48 ഇൻറ്റു 48 ഡിവൈഡ് ബൈ സ്ഫിയറിൻ്റെ വോളിയം. അടിയിൽ സ്ഫിയറിൻ്റെ വോളിയം, മേളിൽ ഹെമിസ്ഫിയറിൻ്റെ വോളിയം. വലിയ ഫിഗർ ഹെമിസ്ഫിയറാണ് ഇവിടെ അല്ലേ, വ്യാപ്തം കൂടുതൽ അതിനാണ്. വലിയ വ്യാപ്തം ബൈ ചെറിയ വ്യാപ്തം എടുത്താൽ മതി. അപ്പോൾ ഇവിടെ അടിയിൽ 4/3 ഇൻറ്റു π ഇൻറ്റു r എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ 8 ഇൻറ്റു 8 അല്ലേടാ? അതെ, 8. ഇനി നോക്കിയേ, അടിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പൈയും അടിയിലും മേളിലും ഉണ്ട്. അതിൻ്റെ പൈയുടെ വില കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ മേളിലും താഴെയുള്ള കാര്യങ്ങൾ ഡിവിഷനാണ്. പൈയും ക്യാൻസൽ, പൈ ക്യാൻസൽ, പൈ വെട്ടി. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഒരേ സ്ഥാനത്ത് 3 കിടപ്പുണ്ട്, ഇവിടെയും 3 കിടപ്പുണ്ട്. അപ്പോൾ ഈ പറഞ്ഞത് ഈ 3 ഇവിടെ ഫ്രാക്ഷനാണ്. ഇത് നേരെ പോകുമ്പോൾ ഇതിൻ്റെ മേളിൽ പോയി ഏറ്റവും മണ്ടയ്ക്ക് പോകും. അപ്പോൾ ഈ 3 ക്യാൻസലായി, ഈ 3 ക്യാൻസലായി. ഇനി മുകളിൽ കാണുന്നത് നിങ്ങൾ നോക്കിയേ, 2 ഇൻറ്റു 48 ഇൻറ്റു 48. ബാക്കി 3 ഒക്കെ അടിയിലുള്ള 3 ഒക്കെ പോയി. 48 ഇൻറ്റു 48. അടിയിൽ ഇനി കാണുന്നത് 4 ഇൻറ്റു 8 ഇൻറ്റു 8 ഇൻറ്റു 8ആണ്. 4 ഇൻറ്റു 8 ഇൻറ്റു 8ആണ്. നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാം. ഏതൊക്കെ? 8 48 ക്യാൻസൽ ചെയ്യാം അല്ലേ? 6 8 48, 6 8 48, 6 8 48. ഇനി 4 2 ക്യാൻസൽ ചെയ്ത് എത്ര? 2 2 4. 2 6 ക്യാൻസൽ ചെയ്ത് എത്ര കിട്ടി? 3 കിട്ടി. അപ്പോൾ ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ 6 ഇൻറ്റു 6 36, 36 ഇൻറ്റു 3 36 ഇൻറ്റു 3 അല്ലേ? 3 6 18, 3 9 1 10. എത്ര? 108 ബോളുകൾ നിർമ്മിച്ചെടുക്കാൻ പറ്റും. മനസ്സിലായ എല്ലാവർക്കും? പറഞ്ഞേ. വലിയ വോളിയം ബൈ ചെറിയ വോളിയം. വലിയ വോളിയം ഹെമിസ്ഫിയറിൻ്റെ വോളിയം, ചെറിയ വോളിയം സ്ഫിയറിൻ്റെ വോളിയം. ഹെമിസ്ഫിയറിൻ്റെ വോളിയം 2/3 πr³ ആണ്. ഇവിടെ എടുക്കുമ്പോൾ നിങ്ങൾ 2/3 ഇൻറ്റു π ഇൻറ്റു 48 ഇൻറ്റു 48 ഇൻറ്റു 48 ഡിവൈഡ് ബൈ അടുത്തത് സ്ഫിയറിൻ്റെ വോളിയം 4/3 πr³, 4/3 ഇൻറ്റു പൈയുടെ വിലയൊന്നും കൊടുക്കണ്ട, കാരണം ക്യാൻസലായി പോകുമല്ലോ. അതുകൊണ്ടാണ്, കാരണം ഡിവിഷൻ നടത്തുവാണ്. അത് നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് പൈയുടെ വിലയൊന്നും കൊടുക്കാത്തത്. അപ്പോൾ π ഇൻറ്റു 8 ഇൻറ്റു 8 ഇൻറ്റു 8. പൈയും മേളും താഴെയും വെട്ടി. ഒരേ സ്ഥാനത്തിനാണ് 3 കിടക്കുന്നത്. അപ്പോൾ 3 ക്യാൻസലായി. ഇനി മുകളിൽ എന്ത് മാത്രമേ ഉള്ളൂ? 2 ഇൻറ്റു 48 ഇൻറ്റു 48 അത് എഴുതി. അടിയിൽ 4 ഇൻറ്റു 8 ഇൻറ്റു 8. ഇനി നമുക്ക് മൊത്തം വെട്ടിക്കളയാം. 6 48 8 വെട്ടി, എല്ലാം വെട്ടി. ബാക്കി സിംപ്ലിഫൈ ചെയ്ത് ഉത്തരം കിട്ടി. ക്ലിയർ ആണോ? ചെയ്തത് മനസ്സിലായി? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഫൈൻഡ് ദി HCF ഓഫ് 258 301 387. അടുത്ത ചോദ്യം, ഫൈൻഡ് ദി HCF ഓഫ് 258 301 387. നിങ്ങൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ ചില ഷിഫ്റ്റിനൊക്കെ അപ്പോൾ ചില ചാപ്റ്ററുകൾ ഇപ്പോൾ LCM ആൻഡ് HCF എടുക്കുന്നു.
അപ്പോൾ LCM ആൻഡ് HCF ചോദ്യങ്ങൾ ചിലപ്പോൾ ഒരു 3 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 4 ചോദ്യങ്ങളൊക്കെ കാണും. ചില ഏതെങ്കിലും ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഡ്രോപ്പ് ചെയ്തിട്ട് LCMന് ഇമ്പോർട്ടൻസ് കൊടുത്ത് കൂടുതൽ ചോദ്യങ്ങൾ അതിനകത്ത് നിന്ന് കാണും. പൊതുവിൽ എക്സാമിൻ്റെ രീതി പറയുകയാണ്. ചിലപ്പോൾ സിംപ്ലിഫിക്കേഷൻ്റെ ചോദ്യങ്ങളായിരിക്കും 2 or 3 എണ്ണം കാണുന്നത്. ഒറ്റ ചാപ്റ്ററിൽ നിന്ന് തന്നെ 3 ക്വസ്റ്റ്യൻ. അതൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാ ചാപ്റ്ററിനെ കുറിച്ചും ഒരു ധാരണയുണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ്. പെട്ടെന്ന് ചെയ്യുക. 258, 301, 387. നമ്മൾ പഠിച്ച ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉണ്ട്. നിങ്ങൾ സാധാരണ HCF LCM ഒക്കെ കണ്ടുപിടിക്കാൻ എളുപ്പവഴിയുണ്ട് അല്ലേ? സാധാരണ ചെയ്യുന്ന മെത്തേഡ് ഫാക്ടറൈസേഷൻ മെത്തേഡുണ്ട്. ലോങ് ഡിവിഷൻ HCF ആണെങ്കിൽ നമ്മൾ LCM ആണെങ്കിൽ നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. HCF ആണെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡും ഉണ്ട്, പിന്നെന്തുണ്ട്, ലോങ് ഡിവിഷൻ മെത്തേഡും ഉണ്ട്. പിന്നെ അതിൻ്റെ എളുപ്പവഴികളൊക്കെ ജസ്റ്റ് മനസ്സിലായാൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. അപ്പോൾ നോക്കുക, പെട്ടെന്നാവട്ടെ. ഇത്രയേ ഉള്ളൂ. എന്താ നമുക്ക് എളുപ്പവഴി ജസ്റ്റ് ഒന്ന് പറയാം. അതായത് നമുക്ക് ലോങ് ഡിവിഷൻ മെത്തേഡ് വെച്ചാൽ ഡിവിഷൻ നടത്തിയിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനത് ചെയ്യാൻ നിൽക്കുന്നില്ല. അതായത് നിങ്ങൾ നോക്കുമ്പോഴേ, അതായത് HCF കണ്ടുപിടിക്കണമെങ്കിൽ 2 രീതിയിൽ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. 2 രീതി. LCM ആണെങ്കിൽ വലിയ സംഖ്യ അതിൻ്റെ മൾട്ടിപ്പിൾസോ നോക്കി നമ്മൾ ചെക്ക് ചെയ്യും. HCF ആണെങ്കിൽ നമ്മൾ 2 രീതി ചെക്ക് ചെയ്യുന്ന വെച്ചാൽ ചെറിയ സംഖ്യ അല്ലെങ്കിൽ ചെറിയ വ്യത്യാസം എടുക്കും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കണ്ണോടിക്കുമ്പോഴേ ഇവിടുത്തെ ചെറിയ സംഖ്യ ആണെങ്കിൽ 258. അപ്പോൾ HCF എന്ന് പറഞ്ഞാൽ ഈ 3 സംഖ്യയുടെ HCF എന്ന് പറഞ്ഞാൽ 258 അതിൻ്റെ ഫാക്ടേഴ്സോ ആയിരിക്കും. 258 അതിൻ്റെ ഫാക്ടേഴ്സോ, അല്ലെങ്കിൽ ഈ 3 സംഖ്യയിലെ ചെറിയ വ്യത്യാസമോ അതിൻ്റെ ഫാക്ടേഴ്സോ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് ജസ്റ്റ് തുടങ്ങി വെക്കുക. ഞാൻ ലോങ് ഡിവിഷൻ മെത്തേഡിലേക്കൊന്നും കിടക്കുന്നില്ല. കാരണം നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും ഇതിനെ ഫാക്ടറൈസേഷൻ നടത്താൻ 2 കൊണ്ട്. HCFൻ്റെ ഫാക്ടറൈസേഷൻ മെത്തേഡ് ആണെങ്കിൽ 2, 3, 5, 7, 11 നമ്മളിങ്ങനെയൊക്കെയാണ് പഠിച്ചേക്കുന്നത്. അപ്പോൾ അത്രയും ഡിവിസിബിലിറ്റി റൂളെ നമ്മൾ ഏകദേശം അതിന് മേളിലുള്ള സംഖ്യകളെ അറിയത്തുള്ളൂ. അതിന് മേളിലുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ പൊതുവിൽ പഠിക്കാറില്ല, ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ലോങ് ഡിവിഷൻ മെത്തേഡ് വഴി ചെയ്യുന്നതായിരിക്കും HCF ഈ ടൈപ്പ് ചോദ്യങ്ങളിൽ നല്ലത്. പക്ഷേ അതിലേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം ചെറിയ സംഖ്യ 258. 2 രീതിയിൽ നോക്കാം. HCF എങ്ങനെ എളുപ്പവഴിയിൽ 2 രീതി നോക്കാം. ഒന്നുകിൽ ചെറിയ സംഖ്യ നോക്കുക, അല്ലെങ്കിൽ ചെറിയ വ്യത്യാസം. അതിൽ ചെറുത് ഏതാണോ ആ ചെറുത് കൊണ്ട് ചെക്ക് ചെയ്യാൻ തുടങ്ങിയാൽ മതി. അപ്പോൾ ചെറിയ സംഖ്യ നോക്കുകയാണെങ്കിൽ 258 ആണ്. എന്നാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ, ഈ 3 സംഖ്യകൾ ഏതെങ്കിലും 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എടുക്കുമ്പോൾ ചെറിയ വ്യത്യാസം എന്നുള്ളത് 301 - 258 അതെന്ന് പറഞ്ഞാൽ 41 കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലായി ചെറിയ സംഖ്യ നോക്കുകയാണെങ്കിൽ 258 ആണ്. അതേസമയം ചെറിയ വ്യത്യാസമാണ് നോക്കുന്നതെങ്കിൽ അത് 43 ആണ്. അപ്പോൾ നമുക്ക് പറയാം, വ്യക്തമായിട്ട് തന്നെ അറിയാം, ഈ സംഖ്യകളുടെ HCF എന്ന് പറഞ്ഞാൽ 258 അതിൻ്റെ ഫാക്ടേഴ്സോ എന്ന് പറയുന്നതിനെക്കാട്ടി പെട്ടെന്ന് തന്നെ നമുക്ക് പറയാം ഈ സംഖ്യയുടെ HCF എന്ന് പറഞ്ഞാൽ 43 അതിൻ്റെ ഫാക്ടേഴ്സോ ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടി. ചെക്ക് ചെയ്യണമെങ്കിൽ 43 ആണെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ. 43 ആകണമെങ്കിൽ ഇനി ഈ 3 സംഖ്യ എത്ര കൊണ്ട് ഹരിക്കാൻ കഴിയണം? 41 കൊണ്ട് ഹരിക്കാൻ കഴിയണം. അത് നോക്കേണ്ട കാര്യമില്ല. 41 എന്ന് പറഞ്ഞ സംഖ്യ പ്രൈം നമ്പറാണ്. പ്രൈം നമ്പർ എന്ന് പെട്ടെന്ന് നോക്കാൻ നിങ്ങൾക്ക് അറിയാം. ഞാനിപ്പോൾ പ്രൈം നമ്പർ നോക്കണമെങ്കിൽ 43 പ്രൈം നമ്പർ ആണെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ 10ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി. 10ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് 2, 3, 5, 7 ആണ്. 2 കൊണ്ട് ഇതിനെ ഹരിക്കാൻ പറ്റത്തില്ല, 3നെ ഹരിക്കാൻ പറ്റത്തില്ല, 3 കൊണ്ട് പറ്റത്തില്ല, 5 കൊണ്ട് പറ്റത്തില്ല, 7 കൊണ്ട് പറ്റത്തില്ല. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ഡിവിസിബിലിറ്റി റൂളൊക്കെ യൂസ് ചെയ്ത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2, 3, 5, 7 കൊണ്ട് ഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ വ്യക്തമാക്കി പറയാം, ഇതിനെ വേറൊരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ 43 എന്നുള്ള സംഖ്യ ഹരിക്കാൻ പറ്റുന്ന 2 സംഖ്യകൾ 1ഉം 43ഉം മാത്രമാണ്. അപ്പോൾ ഈ 43ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 1ഉം 43ഉം മാത്രമാണ്. അപ്പോൾ നമുക്ക് ഉത്തരം നമ്മൾ പറഞ്ഞു ചെറിയ വ്യത്യാസം എന്നുള്ളത് 43 കിട്ടി. അപ്പോൾ ഉത്തരം എന്നുള്ളത് 43 അതിൻ്റെ ഫാക്ടേഴ്സോ ആയിരിക്കും. 43ൻ്റെ ഫാക്ടറായിട്ട് ഇനി 1 ഉള്ളൂ. 1 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിനകത്തില്ല. അപ്പോൾ 41 കൊണ്ട് എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുമെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതാണ് പോയിന്റ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ വ്യത്യാസം എടുത്തിട്ട് ചെക്ക് ചെയ്യരുത്, ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായി നിങ്ങൾക്ക്? ഡിഫറൻസ് എടുക്കുക, 43 കിട്ടും. ഡിഫറൻസ് എടുക്കുക, എപ്പോഴും ചെറിയ വ്യത്യാസം എടുത്തു. ഉദാഹരണം പറയാം, ഇപ്പോൾ വ്യത്യാസം നിങ്ങൾക്ക് മറ്റൊരു വ്യത്യാസം പറഞ്ഞാൽ വ്യത്യാസം 86 കിട്ടിയെന്ന് വിചാരിക്കുക. ചെറിയ വ്യത്യാസം 86 കിട്ടി. അപ്പോൾ 86 കിട്ടിയെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ചെറിയ വ്യത്യാസം 86 കിട്ടിയെങ്കിൽ ഈ 86 HCF ആകണമെന്ന് നിർബന്ധമില്ല. ഈ ചെറിയ വ്യത്യാസം HCF ആകണമെന്ന് നിർബന്ധമില്ല എപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ചെറിയ വ്യത്യാസം HCF ആകണമെന്ന് നിർബന്ധമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 86 കൊണ്ട് ഈ 3 സംഖ്യ ഹരിക്കാൻ പറ്റുമെന്ന് നോക്കേണ്ടി വരും. അപ്പോൾ ഈ 3 സംഖ്യ ഹരിക്കാൻ നോക്കേണ്ടി വരുന്നത് നമുക്ക് ഡിവിസിബിലിറ്റി ബുദ്ധിമുട്ടാണ്, സമയമെടുക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഈ കിട്ടിയ ചെറിയ വ്യത്യാസം അതിൻ്റെ ഫാക്ടേഴ്സും എല്ലാം കിടപ്പുണ്ടെന്ന് നോക്കുക.
ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സും കൂടെ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. ഇത് പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? 43 ആയിരിക്കും. 86ൻ്റെ മറ്റൊരു ഫാക്ടറാണ് 43. അതാണ് ഞാൻ പറഞ്ഞത്. 43 നോക്കുക. 43 അല്ലെങ്കിൽ പിന്നെ ഒന്നേ വരത്തുള്ളൂ. ഒന്നൊരു ഓപ്ഷൻ ഇല്ല. അപ്പം നമുക്ക് മനസ്സിലാക്കാം, ഇതിനകത്ത് നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ 43 കൊണ്ട് 258 ഹരിക്കാൻ പറ്റും, 301 ഹരിക്കാൻ പറ്റും, 387 ഹരിക്കാൻ പറ്റും. അതാണ് പോയിന്റ്. അപ്പോൾ ഇതിൻ്റെ HCF എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 43 ആയിരിക്കും. പറഞ്ഞ് മനസ്സിലായോ? തന്നിരിക്കുന്ന സംഖ്യയുടെ വ്യത്യാസം എടുക്കുക. ഇപ്പോൾ ചെറിയ വ്യത്യാസം 86 ആയിരുന്നെങ്കിൽ ചെറിയ വ്യത്യാസം കിട്ടുന്ന 86 എന്ന് വിചാരിക്കുക. HCF 43 ആയിരുന്നെങ്കിൽ 86 കൊണ്ട് ഈ 3 സംഖ്യകളെ ഹരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ 86 എന്നൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ പിന്നെ 86ൻ്റെ അടുത്ത് ഫാക്ടർ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. 86ൻ്റെ അടുത്ത് ഫാക്ടർ 43 ആണ് അല്ലേ? അതാണ് പോയിന്റ്. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ HCF ചെക്ക് ചെയ്യാനുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യയിലെ ഏറ്റവും ചെറിയ സംഖ്യയോ അതിൻ്റെ വ്യത്യാസം എടുക്കുക. നിങ്ങൾ ലോങ് ഡിവിഷൻ മെത്തേഡ് പഠിച്ചിട്ടുണ്ടോ? ലോങ് ഡിവിഷൻ മെത്തേഡ് HCFൽ ഹരിച്ച് നോക്കിയിട്ട് ചെയ്യുന്നത്. പൊതുവെ നമുക്കത് അധികം ആവശ്യമൊന്നുമില്ല. എന്നാൽ ഇങ്ങനെയുള്ള വലിയ ചോദ്യങ്ങളൊക്കെ വന്നാൽ അത് യൂസ് ചെയ്യേണ്ടി വരും. അറിയാമോ? ജസ്റ്റ് ഇതിനകത്തുള്ള 2 സംഖ്യ കൊണ്ട് ഹരിച്ച് നോക്കിയിട്ട് ഒരു സംഖ്യ മറ്റൊരു സംഖ്യ കൊണ്ട് ഹരിച്ച് നോക്കിയിട്ട് അങ്ങനെ കുറേ തവണ ഹരിച്ചിട്ട് ശിഷ്ടം 0 കിട്ടുന്ന കേസിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ചെയ്ത് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ ലോങ് ഡിവിഷൻ മെത്തേഡ്? സോർണോ? അത് അപ്ലൈ ചെയ്തിട്ട് നോക്കിയാലും മതി. അത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. വലിയ ചോദ്യങ്ങളാണെങ്കിൽ ഇപ്പം വ്യത്യാസം നമുക്ക് 697 പൊതുവിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. SSC GDക്ക് തന്നെ 2021 ചോദിച്ച ചോദ്യങ്ങളാണ് വലിയ ചോദ്യങ്ങൾ. 2024 25 പൊതുവിൽ ചെറിയ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ 697 കിട്ടിയ വലിയ വ്യത്യാസം. ചെറിയ വ്യത്യാസം. ചെറിയ സംഖ്യയോ ചെറിയ വ്യത്യാസമായിട്ട് കിട്ടുന്ന 697. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 697 HCF ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. പറഞ്ഞ് മനസ്സിലായി? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ലോങ് ഡിവിഷൻ മെത്തേഡ് വഴി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വ്യത്യാസം എടുത്തുകൊണ്ട് ചെക്ക് ചെയ്യാൻ നിൽക്കരുത്. വ്യത്യാസം എടുത്തുകൊണ്ട് ചെക്ക് ചെയ്യാൻ മാത്രം നിൽക്കരുത്. കാരണം ഹരിച്ച് നോക്കണമല്ലോ. അപ്പോൾ 697 കിട്ടി. 697 ആ 3 സംഖ്യയെ ഹരിക്കാൻ പറ്റുക. ആ 3 സംഖ്യയുടെ ഫാക്ടറായിട്ട് 690 കിട്ടിയാൽ മാത്രമേ HCF ആകുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് സമയമെടുക്കും. അങ്ങനെ ഹരിച്ചു. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡ് വഴി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രശ്നമില്ല, ഇവിടെ ഓക്കെയാണ്. ഓക്കെ, അത്രയും ഞാൻ പറഞ്ഞോളൂ. നെക്സ്റ്റ് ചോദ്യം. Renson has 3 pieces of wood measuring 91 meter, 112 meter, 49 meter. If he wants to cut the pieces of wood into planks of equal length, what is the maximum length of each plank? അതായത് റെൻസൺ എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ 3 പീസുകളുണ്ട്, തടി കഷ്ണങ്ങൾ. ആ തടി കഷ്ണങ്ങളുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെത് 91 മീറ്ററാണ്, അടുത്തത് 112 മീറ്ററാണ്, അടുത്തത് 49 മീറ്ററാണ്. ഇദ്ദേഹത്തിന് എന്ത് വേണം? ഇഫ് ഹി വാണ്ട്സ് ടു കട്ട് ദ പീസ് ഓഫ് വുഡ് ഇൻ ടു പ്ലാങ്ക്സ് ഓഫ് ഈക്വൽ ലെങ്ത്. അതായത് ഇദ്ദേഹത്തിന് ഈ 3 കഷ്ണത്തിനെയും തുല്യമായിട്ടുള്ള ഉരുപ്പടികളായിട്ട്, ഈക്വൽ ലെങ്ത് ഉള്ള ഉരുപ്പടികളായിട്ട് കട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ തുല്യമായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന തുല്യമായിട്ടുള്ള ലെങ്തിലെ മാക്സിമം അളവ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം ഈ ടൈപ്പ് ചോദ്യങ്ങളുടെ ആപ്ലിക്കേഷൻ എന്തിൻ്റെ ആപ്ലിക്കേഷനാണ്? HCF കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. HCF മാക്സിമം ലെങ്ത്. പറഞ്ഞ പോയിന്റ് ചോദ്യം മനസ്സിലായോ നിങ്ങൾക്ക്? ചോദ്യം മനസ്സിലായോ? സോർണോ? ചോദ്യം മനസ്സിലായോ? 3 തടി പീസുകളുണ്ട്. അതിനെ ഈക്വലായിട്ടുള്ള ലെങ്ത്തായിട്ടുള്ള പീസുകളായിട്ട് ഉരുപ്പടികളായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇങ്ങനെ ഈക്വലായിട്ടുള്ള ലെങ്തിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഈക്വൽ ലെങ്തിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന ആ മാക്സിമം ലെങ്ത്ത് എത്രയായിരിക്കും? ഓക്കെ, അതെത്രയായിരിക്കും? അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഈ 3 ലെങ്തുകളുടെ എന്തെടുത്താൽ മതി? HCF എടുത്താൽ മതി. കാരണം പൊതുവിൽ മാക്സിമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പറഞ്ഞു ഇത് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ ലോജിക്ക് 2 രീതിയിൽ ചിന്തിക്കാം. ഉത്തരം 91, 112, 49. ഇതിനെ കട്ട് ചെയ്ത് ചെറിയ പീസുകളായിട്ട് അതിൽ ഈക്വലായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന വലിയ അളവ് എത്ര ആണെന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഉത്തരം എന്തായാലും 91 കാട്ടി 112 കാട്ടി 49 കാട്ടി ഒക്കെ ചെറുതായിരിക്കും. ചെറിയ അളവിനെ കാട്ടിയൊക്കെ ചെറുതായിരിക്കും. അപ്പോൾ എപ്പോഴും HCF എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യകളെ കാട്ടി ചെറുതായിരിക്കും. അപ്പോൾ അങ്ങനെ കിട്ടണമെങ്കിൽ കണ്ടുപിടിക്കേണ്ട എന്താണ്? LCM അല്ല HCF ആണെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ ലോജിക്കലി നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 91ൻ്റെയും 112ൻ്റെയും 49ൻ്റെയും എന്ത് കണ്ടുപിടിക്കുക? HCF കണ്ടുപിടിക്കുക. ഇതിൻ്റെ HCF. അപ്പോൾ ലോങ് ഡിവിഷൻ മെത്തേഡ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് 2 എണ്ണം വെച്ചാൽ ചെക്ക് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ 91നെ എന്ത് ചെയ്യുന്നു? 112നെ 91 കൊണ്ട് ഹരിക്കുന്നു. ഈ 2 എണ്ണം വെച്ച് ഞാൻ ഇതിൻ്റെ HCF എത്രയാണെന്ന് നോക്കാൻ പോവാണ്. അത് എളുപ്പമാണ്, കാരണം വ്യത്യാസം ചെറുതായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഹരിക്കുമ്പോൾ എത്ര കിട്ടും? ഒരു 91. അപ്പോൾ റിമൈൻഡർ എത്ര കിട്ടും? 2 ൽ നിന്ന് 1 പോയാൽ 1,
15 1 പോയാൽ 2, അപ്പോൾ 21 കിട്ടി. അപ്പോൾ ഇനി കിട്ടിയ ഈ ശിഷ്ടം കൊണ്ട് ഏതിനെ 91 ഹരിക്കണം. അപ്പോൾ 91 ഹരിക്കുമ്പോൾ നമുക്ക് 5 തവണ വന്നാൽ 100 മേളിൽ പോകും. അപ്പോൾ 4 തവണയേ ഉള്ളൂ. അപ്പോൾ 4 1 4 അല്ലേ, 4 2 8 84 കിട്ടി. ഇനി 11 4 പോയാൽ 7 കിട്ടി. ഇനി ഈ 7 കൊണ്ട് നേരത്തെ കിട്ടിയ ഇതിനെ ഹരിക്കണം, 21 ഹരിക്കണം. അപ്പോൾ 21 ഹരിക്കുമ്പോൾ 3 7 21. അപ്പോൾ എന്തായി? ശിഷ്ടം 0 ആയി. അതായത് എവിടം വരാണോ ശിഷ്ടം 0 കിട്ടുന്നത് അതായിരിക്കും അതിൻ്റെ HCF. അപ്പോൾ ഇവിടെ കിട്ടിയ 0 കിട്ടിയത് ഏതുകൊണ്ട് ഹരിച്ചപ്പോഴാണ്? 7 കൊണ്ട് ഹരിച്ചപ്പോഴാണ്. അതുകൊണ്ട് ശിഷ്ടം എത്ര? 0. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് 7 ആയതുകൊണ്ട് ഫാക്ടറൈസേഷൻ നടത്താൻ ഇവിടെ ഡിഫിക്കൽട്ടി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ 91 112 49. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ചെറിയ സംഖ്യ നോക്കുകയാണെങ്കിൽ 49 ആണ്. അപ്പോൾ ചെറിയ വ്യത്യാസം നോക്കുകയാണെങ്കിൽ ഈ 112 91 തമ്മിലുള്ള വ്യത്യാസമാണ് ചെറുത്. രണ്ട് രീതി ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എത്ര കിട്ടും? 21. അപ്പോൾ ഒന്നുകിൽ ഉത്തരം 21 അല്ലെങ്കിൽ 21ൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. 21ൻ്റെ ഫാക്ടേഴ്സോ നിങ്ങൾക്ക് കണ്ടാലറിയാം. 21 HCF ആകണമെങ്കിൽ 21 കൊണ്ട് ഈ 3 സംഖ്യ ഹരിക്കാൻ പറ്റണം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും 91നെ 21 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. കാരണം 91നെ 4 കൊണ്ട് 91നെ 21 കൊണ്ട് ഹരിക്കാനൊക്കത്തില്ല. 21നെ 4 കൊണ്ട് ഗുണിച്ചാൽ 84 വരത്തുള്ളൂ. 5 കൊണ്ട് ഗുണിച്ചാൽ 100ന് 105 കിട്ടും. ശരിയല്ലേ? അപ്പോൾ 91 എന്ന് പറഞ്ഞ സംഖ്യയെ 21 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ 91ൻ്റെ ഫാക്ടർ അല്ല 21. അതുകൊണ്ട് HCF എത്ര അല്ല? 21 അല്ല. അപ്പോൾ 21ൻ്റെ അടുത്ത വലിയ ഫാക്ടർ എടുക്കണം. 21ൻ്റെ അടുത്ത വലിയ ഫാക്ടർ 7 ആണ്. അപ്പോൾ 7 ആണ്. അപ്പോൾ 7 കൊണ്ട് എല്ലാത്തിനെയും പറ്റുമോ നോക്കണം. 7 കൊണ്ട് എല്ലാത്തിനെയും പറ്റും. അപ്പോൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. ചെറിയ സംഖ്യയോ ചെറിയ വ്യത്യാസം നോക്കുക, അങ്ങനെ ചെക്ക് ചെയ്യാം. 21 കൊണ്ട് ഹരിക്കാം. നമുക്ക് വ്യത്യാസം ചെറുത് കിട്ടി, പക്ഷേ അത് വ്യത്യാസം എപ്പോഴും HCF ആകണമെന്നില്ല. അത് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യുന്ന എങ്ങനെ? തന്നിരിക്കുന്ന സംഖ്യകളെ 21 കൊണ്ട് ഹരിക്കാൻ പറ്റണം. അപ്പോൾ 91നെ തന്നെ 21 കൊണ്ട് ഹരിക്കാനൊക്കത്തില്ല. അപ്പോൾ 21ൻ്റെ അടുത്ത ഫാക്ടർ കൊണ്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ 21ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പെട്ടെന്നറിയാം 7 3 21. അപ്പോൾ 7 ഉണ്ട്, 3 ഉണ്ട്, 1 ഉണ്ട്. അപ്പോൾ കണ്ടാലറിയാം ഈ സംഖ്യയിലെ 91നെ 3 കൊണ്ടായിരിക്കും. അപ്പോൾ 3 വരത്തില്ല. അപ്പോൾ വലിയ സംഖ്യ കൊണ്ടാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 7 കൊണ്ട് ചെക്ക് ചെയ്യുന്ന ശേഷമേ 3 കൊണ്ട് ചെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 3 വരത്തില്ല, കാരണം ഓപ്ഷനകത്ത് ഒന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഉള്ളത് പിന്നെ ഏതാണ്? 7 ഉണ്ട്. അപ്പോൾ ഉത്തരം 7 ആണ്. അപ്പോൾ പെട്ടെന്ന് ഒന്ന് കണ്ണൊടിച്ച് അതൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഉത്തരം എഴുതാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. ചെറിയ വ്യത്യാസം 21 കിട്ടും. 21 അല്ലെന്ന് മനസ്സിലായി. 21 കൊണ്ട് ഹരിക്കണമെങ്കിൽ ഈ സംഖ്യകളെ 3 കൊണ്ട് 7 കൊണ്ട് ഹരിക്കാൻ പറ്റണം. അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സായിട്ട് 21 വരത്തില്ല. അപ്പോൾ 21 അല്ലെങ്കിൽ പിന്നെ 21ൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. 21ൻ്റെ ഫാക്ടേഴ്സായിട്ടുള്ള അടുത്ത വലിയ ഫാക്ടർ 7, പിന്നെ അടുത്തുള്ളത് 3, അതിൻ്റെ അടുത്തുള്ളത് 1 ആണ്. അപ്പോൾ ഇവിടെ 7 ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ നമ്മുടെ ഓപ്ഷനകത്ത് 7 3 ഉണ്ട്. നിങ്ങൾക്ക് കണ്ടാലറിയാം ഈ സംഖ്യകളെ 3 കൊണ്ട് ഹരിക്കാനൊക്കത്തില്ല. 3 കൊണ്ട് ഹരിക്കാനൊക്കത്തില്ല. തന്നിരിക്കുന്ന ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാനൊക്കത്തില്ല. അപ്പോൾ 3 എന്തായാലും വരത്തില്ല. പിന്നെന്തായിരിക്കും? 7 കൊണ്ട് ഹരിച്ച് സമയം കളയേണ്ട കാര്യമില്ല. ഉത്തരം 7 ആയിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? എന്താ നിങ്ങൾ ആരും അനങ്ങുന്നില്ല? പറഞ്ഞത് മനസ്സിലായോ? ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യണമെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ ആണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സെറ്റാണ്. ചെറിയ വ്യത്യാസം എടുക്കുക, അതുകൊണ്ട് ചെക്ക് ചെയ്യുക. അത് പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സ് നോക്കുക. ഫാക്ടേഴ്സ് നോക്കുമ്പോൾ നമ്മൾ ഓർഡർ അങ്ങനെയാണ്. 21 പറ്റിയില്ലെങ്കിൽ പിന്നെ അതിൻ്റെ അടുത്ത വലിയ ഫാക്ടർ കൊണ്ടാണ് ചെക്ക് ചെയ്യേണ്ടത്. പക്ഷേ 7 കൊണ്ട് ചെക്ക് ചെയ്യൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ പിന്നുള്ള ഓപ്ഷൻ 3 ആണ്. അപ്പോൾ 7 കൊണ്ട് പറ്റിയില്ലെങ്കിലേ പിന്നെ 3 കൊണ്ട് നോക്കാവുള്ളൂ. പക്ഷേ 3 കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് പറ്റത്തില്ലെന്ന് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലായി. കാരണം ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിക്കണമെങ്കിൽ അതിൻ്റെ അക്കങ്ങളുടെ തുക 3ൻ്റെ മൾട്ടിപ്പിൾ ആയാൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ ഡിജിറ്റൽ റൂട്ട് 3 ആയാൽ മതി. 3 6 9 ആയാൽ മതി നമുക്കറിയാം. അപ്പോൾ ഈ സംഖ്യകളെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ 3 എന്തായാലും ഉത്തരം വരത്തില്ല. അപ്പോൾ 7 ആയിരിക്കും. ഹരിച്ചില്ലേ? ഹരിക്കേണ്ട കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് ചോദ്യം. ദ LCM ഓഫ് 3 ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഈസ് 120. 3 വ്യത്യസ്തമായിട്ടുള്ള നമ്പേഴ്സിൻ്റെ LCM 120 ആണ്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് കനോട്ട് ബി ദെയർ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. എങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ അവയുടെ HCF ആകാൻ സാധ്യതയില്ലാത്ത നമ്പർ ഏതാണ്? പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. 2 ചോദ്യം കൂടെ ഉണ്ട്, ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ പോയിൻ്റ് ഇത്രയും. എപ്പോഴും HCF, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ HCF 8 ആണെങ്കിൽ LCM എന്ന് പറഞ്ഞാൽ ഈ 8ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. LCM ആയിട്ട് കിട്ടുന്ന സംഖ്യ എപ്പോഴും 8ൻ്റെ HCFൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ശരിയല്ലേ? ആ ഒരു പോയിൻ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. LCM എന്നുള്ള സംഖ്യ 3 സംഖ്യകളുടെ LCM 120 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് HCF LCM തമ്മിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ HCFൻ്റെ മൾട്ടിപ്പിളായിട്ട് വരുന്ന സംഖ്യ ആയിരിക്കും എപ്പോഴും LCM. HCFൻ്റെ മൾട്ടിപ്പിളായിട്ട് വരുന്ന സംഖ്യ ആയിരിക്കും എപ്പോഴും LCM. HCFൻ്റെ മൾട്ടിപ്പിളായിട്ട്. ഇവിടുത്തെ ചോദ്യം ഇങ്ങനെയാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ HCF ആകാൻ സാധ്യതയില്ലാത്തത്. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, അതായത് 40ൻ്റെ മൾട്ടിപ്പിളായിട്ട് 120 കിട്ടും.
40 × 3 = 120. അപ്പോൾ ഈ സംഖ്യ HCF വരാൻ സാധ്യതയുള്ളതാണ്. ഞാൻ ആൻസർ അല്ല പറഞ്ഞത്, ഇത് പറ്റുന്ന സംഖ്യയാണ്. അതേസമയം 20ൻ്റെ മൾട്ടിപ്പിളായിട്ട് 120 കിട്ടും. 20 × 6 = 120 അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം 20ഉം HCF വരാം. എനിക്ക് വരാൻ പറ്റാത്തേ വേണ്ടത്. അടുത്ത് നോക്കിയാൽ 15ൻ്റെ മൾട്ടിപ്പിളായിട്ട് 120. 15 × 2 30 അല്ലേ? ഇൻറ്റു 4 എടുത്താൽ, അതായത് 15 × 8 എടുത്താൽ 120 കിട്ടും. അപ്പോൾ 15ൻ്റെ മൾട്ടിപ്പിളായിട്ട് നമുക്ക് എന്ത് കിട്ടും? 120 കിട്ടും. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ 120ൻ്റെ ഫാക്ടറായിട്ട് 15 വരും. 120നെ 3 കൊണ്ട് ഹരിക്കാം, 5 കൊണ്ട് ഹരിക്കാം. അതുകൊണ്ട് തന്നെ 15ൻ്റെ മൾട്ടിപ്പിളാണ് 120, അല്ലെങ്കിൽ 120ൻ്റെ ഫാക്ടറാണ് 15. തിരിച്ചും മറിച്ചും പറയാം. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ 15ഉം എന്തായിട്ട് വരാം? HCF വരാം. എന്നാൽ 16ൻ്റെ മൾട്ടിപ്പിൾ അല്ല ഇത് 120. അതുകൊണ്ട് HCF എന്ത് വരത്തില്ല? 16 ഒരിക്കലും വരത്തില്ല. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി 16 ആണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതെ അഭിജിത്ത്, ഓക്കെ. പറഞ്ഞത് മനസ്സിലായോ എല്ലാവർക്കും? പറഞ്ഞത് പോയിന്റ് മനസ്സിലായോ? ചെറിയ പോയിന്റ് എങ്ങനെയാ? HCFൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും LCM. അപ്പോൾ ഈ 40ൻ്റെ മൾട്ടിപ്പിളായിട്ട് 120 കിട്ടും. 20ൻ്റെ മൾട്ടിപ്പിളായിട്ട് 120 കിട്ടും. 15ൻ്റെ മൾട്ടിപ്പിളായിട്ട് 120 കിട്ടും. അപ്പം നീ തിരിച്ച് ചിന്തിച്ചാലും മതി. അല്ലെങ്കിൽ 120ൻ്റെ ഫാക്ടറായിട്ട് 40 കിട്ടണം. 120 തിരിച്ച് ചിന്തിച്ചാൽ ഫാക്ടറാണ്, അങ്ങോട്ട് ചിന്തിച്ചാൽ മൾട്ടിപ്പിളാണ്. അപ്പോൾ 120ൻ്റെ ഫാക്ടറാണ് 40, 120ൻ്റെ ഫാക്ടറാണ് 20, 120ൻ്റെ ഫാക്ടറാണ് 15. അതുകൊണ്ട് തന്നെ നമുക്ക് അത് മൂന്നും HCF വരാൻ സാധ്യതയുണ്ട്. അതേസമയം 120ൻ്റെ ഫാക്ടർ അല്ല എത്ര? 16 എന്നുള്ളത്. അല്ലെങ്കിൽ 16ൻ്റെ മൾട്ടിപ്പിൾ അല്ല 120. അതുകൊണ്ട് HCF എന്ത് വരത്തില്ല? 16 വരത്തില്ല. ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. സമയം കളയുന്നില്ല. ഈ ചോദ്യം നമുക്ക് പിന്നെ അല്ലെങ്കിൽ ചെയ്തു. If 72 binders can bind 720 books in 22 days, how many binders will be required to bind 660 books in 12 days? അതായത് 72 ബൈൻഡേഴ്സ്, പുസ്തകമൊക്കെ ബൈൻഡ് ചെയ്യുന്ന ആൾക്കാർ, 720 ബുക്സ്, 72 പേര് 720 ബുക്സ് 22 ദിവസം കൊണ്ട് പൂർത്തീകരിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര ആൾക്കാർ ആവശ്യമാണ് 660 ബുക്കുകൾ 12 ദിവസം കൊണ്ട് പൂർത്തീകരിക്കുക? ഇതാ ചോദ്യം. നിങ്ങൾ വർക്ക് ഓൺ ടൈമിൽ നിങ്ങൾ എങ്ങനെ പഠിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്കിവിടെ ഫോർമുല അപ്ലൈ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, എന്തായാലും ഞാൻ പറയുകയാണ്. അതായത് 30 പേർ ചേർന്ന് ഒരു ജോലി ഇത്ര ദിവസം കൊണ്ട് തീർക്കും എങ്കിൽ 40 പേർ ചേർന്ന് അതേ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നൊക്കെ ചോദ്യം ചോദിച്ചില്ലേ? അതേ ടൈപ്പ് ചോദ്യം. ഇവിടെ ആൾക്കാരുടെ എണ്ണമുണ്ട്, ചെയ്ത് തീർക്കുന്ന ദിവസമുണ്ട്, പിന്നെ ഇവിടെ ചെയ്യാനുള്ള വർക്കും ഉണ്ട്. ഇവിടെ ഞാൻ ഇപ്പോൾ ഉദാഹരണം പറയാം. ഇപ്പോൾ 30 പേര് ചേർന്ന് ഒരു ജോലി 15 ദിവസം കൊണ്ട് തീർക്കും. അങ്ങനെയാണെങ്കിൽ 45 പേർ ചേർന്ന് എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും? ഇത് ചോദ്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാനറിയാം. ഇവിടെ ആൾക്കാരുടെ എണ്ണമുണ്ട്, ദിവസമുണ്ട് അല്ലേ? ഇവിടെ എണ്ണമുണ്ട്, ദിവസമുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ദിവസമാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എങ്ങനെ? N1 D1 = N2 D2 എന്നിട്ട് ചെയ്യും. അവിടെ N1 D1 എന്ന് വെച്ചാൽ 30 × 15 N2 എന്ന് പറഞ്ഞാൽ 45 × എത്ര? D2 കണ്ടുപിടിക്കണം. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതേ മോഡൽ തന്നെ ഇവിടെ എന്തും കൂടെ ഉണ്ട്? ചെയ്യേണ്ട വർക്കും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഉള്ളത് എണ്ണം, ദിവസം, വർക്ക്. അപ്പോൾ വർക്കും കൂടെ വന്നാൽ ഫോർമുല എങ്ങനെ വരും? ശ്രദ്ധിക്കണേ. വർക്കും കൂടെ വന്നാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വർക്കും കൂടെ വന്നാൽ എങ്ങനെ ഫോർമുല? N1 D1 ബൈ വർക്ക് അടിയിലാണ്, വേജും അടിയിലാണ്. വർക്കും വേജും വന്നാൽ അത് അടിയിലാണ് വരേണ്ടത്. അപ്പോൾ വർക്ക് = N2 D2 ബൈ വർക്ക്, രണ്ടാമത്തെ വർക്ക്. അപ്പോൾ ഇവിടെ N1 ഇതാണ് N1, ഇതാണ് D1, ഇതാണ് D1, ഇതാണ് W1. N2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് W2, ഇതാണ് D2. മനസ്സിലായോ അഭിജിത്തെ? മനസ്സിലായോ പറഞ്ഞത്? വർക്കും കൂടെ വന്നാൽ വർക്ക് അടിയിൽ വരണം. അപ്പോൾ ഫോർമുല എങ്ങനെ? N1 D1 ബൈ W1 = N2 D2 ബൈ W2. ഇനി വേജു ആണെങ്കിൽ വേജു അടിയിലാണ് വരുന്നത്. ചെയ്യുന്ന മണിക്കൂർ ഉണ്ടെങ്കിൽ അത് മേളിലാണ് വരുന്നത്. അപ്പോൾ ഫോർമുല ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ എങ്ങനെ? മൊത്തം കൂടെ വരുന്ന ഫോർമുല എങ്ങനെ? N1 D1 H1 ബൈ W1 WA. WA എന്ന് എഴുതിയിരിക്കുന്ന വേജാണ്, ശമ്പളം, കൊടുക്കുന്ന ശമ്പളം. അപ്പോൾ ഇങ്ങനെ വന്നാൽ N2 D2 H2 ബൈ W2. എല്ലാം കൂടെ വരാറില്ല, ഇതിലേതെങ്കിലും 2 or 3 എണ്ണം കാണും. ഓക്കെ, ഇങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന വേരിയബിൾസ് എല്ലാം യൂസ് ചെയ്യുക. N1 എന്ന് പറഞ്ഞാൽ എത്ര? 72 ആണ്. 72 × D1 എന്ന് പറഞ്ഞാൽ 22 ആണ്. ഡിവൈഡഡ് ബൈ
വർക്ക് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ആദ്യം പറഞ്ഞ വർക്ക് 720 ബുക്ക് നിർമ്മിക്കുകയാണ്. അപ്പോൾ 720 വർക്കിൻ്റെ അളവ് ഈക്വൽ ടു N2 ആണ് കണ്ടുപിടിക്കേണ്ടത്. N2 അറിഞ്ഞുകൂടാ. ഇൻറ്റു D2 എന്ന് പറഞ്ഞാൽ 12 അല്ലേ. ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ തീർക്കേണ്ട ബുക്ക് എത്ര? 660. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? N2 കണ്ടുപിടിക്കണം. നിങ്ങൾക്കറിയാം N2 കണ്ടുപിടിക്കണമെങ്കിൽ ഈ കൂടുള്ള 12 660 ലെഫ്റ്റ് സൈഡിലേക്ക് കളഞ്ഞാൽ മതി. അപ്പോൾ 660 ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ അടിയിലാണ്, ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ മുകളിലേക്ക് പോകും. 12 ഇവിടെ മുകളിലാണ്, ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ അടിയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എന്താവും? 72 ഇൻറ്റു 22 ഇൻറ്റു 660 മുകളിൽ പോയി അല്ലേ. അടിയിൽ ഓൾറെഡി 720 ഉണ്ട്, 12 കൂടെ ഇങ്ങോട്ട് വന്നപ്പോൾ താഴെ വന്നു. അപ്പോൾ റൈറ്റ് സൈഡിൽ എന്ത് മാത്രമായി? N2. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ N2ൻ്റെ വില കിട്ടും. അപ്പോൾ ഇവിടെ വെട്ടിക്കളയാൻ പാടൊന്നുമില്ല. നോക്കിയേ, 0 വെട്ടി 72 ക്യാൻസൽ. ഇനി നമുക്ക് ഇല്ലേ, ഇനി നമുക്ക് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. എത്ര? 6 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 11 6 66, 2 6 12 അല്ലേ. 2ഉം 12ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. 1 2 2 11 2 22. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 11 ഇൻറ്റു 11 എത്ര? 121 കിട്ടും. അപ്പോൾ എത്ര പേര് വേണം? ഓപ്ഷൻ ബി 121. ലവ് യു, വെരി ഗുഡ്. ലെവിൻ എന്നാണോ പേര്? ലെവിൻ എന്നാണോ അവിടെ? ലെവിൻ എന്നാണോ? അഭിജിത്ത് മനസ്സിലായോ? ബാക്കി പേര് കാണുന്നില്ല, അതുകൊണ്ട് ബാക്കിയുള്ള പേര് വിളിക്കാത്തത്. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായോടാ? ബാക്കിയുള്ളവർക്ക് മനസ്സിലായോ? ഓക്കെ. വേജും കൂടെ വന്നാൽ മനസ്സിലായല്ലേ? വേജും കൂടെ വന്നാൽ വേജു അടിയിലാണ്, മണിക്കൂർ വന്നാൽ അത് മേളിലാണ്. ഇത്രയേ ഉള്ളൂ. എളുപ്പമുള്ള ചോദ്യമാണ്, പാടൊന്നുമില്ല. അപ്പോൾ ഇതങ്ങ് അപ്ലൈ ചെയ്താൽ മതി, വേറെ ഒന്നും പോകണ്ട. സിറാജ് ഏൺസ് എ പ്രോഫിറ്റ് ഓഫ് 32% ഓൺ സെല്ലിംഗ് പ്രൈസ്. ഫൈൻഡ് ദി അപ്രോക്സിമേറ്റ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓൺ ദി കോസ്റ്റ് പ്രൈസ്. അതായത് സെല്ലിംഗ് പ്രൈസിനെ ആസ്പദമാക്കി ഒരു സിറാജ് എന്ന് പറഞ്ഞ ആളുടെ പ്രോഫിറ്റ് 32%. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി അപ്രോക്സിമേറ്റ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓൺ ദി കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിനെ ആസ്പദമാക്കി യഥാർത്ഥ പ്രോഫിറ്റ് പെർസെൻറ്റേജ് വെച്ചാൽ കോസ്റ്റ് പ്രൈസിനെ ആസ്പദമാക്കിയാണ് പറയുന്നത് നമുക്കറിയാം. എപ്പോഴും പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണെങ്കിൽ ലോസ് പെർസെൻറ്റേജും ആണെങ്കിൽ പറയുന്നത് അത് CPനെ ബേസ് ചെയ്താണ് പറയുന്നത്. CPയിൽ എത്ര ശതമാനം. പക്ഷേ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് സെല്ലിംഗ് പ്രൈസിൻ്റെ 32% പ്രോഫിറ്റ് എന്നുള്ളത്. ചോദ്യം എന്താ എങ്കിൽ യഥാർത്ഥത്തിലുള്ള പ്രോഫിറ്റ് പെർസെൻറ്റേജ് അഥവാ കോസ്റ്റ് പ്രൈസിനെ ആസ്പദമാക്കിയുള്ള പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ചെയ്തു, പെട്ടെന്ന് ചെയ്തിട്ട് 1 മിനിറ്റ് സമയം തരാം. 1 മിനിറ്റ് കൊണ്ട് ഞാൻ ഡിസ്കഷൻ നടത്തിയിട്ട്, ഇപ്പോൾ നമുക്കിത് ചെയ്യാൻ പാടൊന്നുമില്ല. ഇവിടെ നമുക്ക് സെല്ലിംഗ് പ്രൈസ് 100 എടുക്കുക അല്ലേ. സെല്ലിംഗ് പ്രൈസ് 100 എടുത്താൽ പ്രോഫിറ്റ് എന്നുള്ളത് ഈ 100ൻ്റെ സെല്ലിംഗ് പ്രൈസിനെ ആസ്പദമാക്കി ഇവിടെ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് സെല്ലിംഗ് പ്രൈസിനെ 100 എടുക്കുന്നത്. യഥാർത്ഥത്തിലുള്ള പ്രോഫിറ്റ് പെർസെൻറ്റേജ് തരുന്നെങ്കിൽ അവിടെ CP ആണ് നമ്മൾ 100 എടുക്കുന്നത്. യഥാർത്ഥത്തിലുള്ള പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇവിടെ സെല്ലിംഗ് പ്രൈസിനെ ആസ്പദമാക്കിയാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? സെല്ലിംഗ് പ്രൈസിനെ ആസ്പദമാക്കിയാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സെല്ലിംഗ് പ്രൈസ് 100 എടുത്തു. സെല്ലിംഗ് പ്രൈസ് 100 ആണെങ്കിൽ പ്രോഫിറ്റ് 100ൻ്റെ 32%. 100ൻ്റെ 32% വെച്ചാൽ 32 അങ്ങനെയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് എഴുതാൻ പറ്റും. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കച്ചവടത്തിൽ ലാഭമാണ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്നുള്ളത് സെല്ലിംഗ് പ്രൈസ് ആണ് ഏറ്റവും വലുത്. ലാഭമാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് ചെറുതാണ്. എത്ര ചെറുത്? 100 - 32. അഥവാ 100 - 30 കുറച്ചാൽ 70, 70 - 2 68 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോസ്റ്റ് പ്രൈസിൻ്റെ അളവ് 68 യൂണിറ്റ് എന്ന് കിട്ടി. ഇവിടെ വിലകളല്ല, റേഷ്യോ ആണ്. SP-യുടെ വില 100 ആണെങ്കിൽ പ്രോഫിറ്റ് 32 ആയിരിക്കും, CP 68 ആയിരിക്കും. എങ്കിൽ CPനെ ആധാരമാക്കിയുള്ള, CPനെ റെഫറൻസ് ആക്കി വെച്ചുകൊണ്ടുള്ള പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ CPനെ ആധാരമാക്കി എന്ന് വെച്ചാൽ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 32 തന്നെ. അപ്പോൾ പ്രോഫിറ്റ് 32 മേളിൽ. അപ്പോൾ CPനെ ആധാരമാക്കി എന്ന് പറഞ്ഞാൽ അടിയിൽ CP എടുക്കണം. അപ്പോൾ CPയുടെ വില എത്ര? 68 ശതമാനം കാണണമെങ്കിൽ ഇത് എന്തെടുക്കണം? 100 എടുക്കണം. ഇതാണ് ഇതിൻ്റെ ഉത്തരം. എഴുതിയത് മനസ്സിലായ എല്ലാവർക്കും? എഴുതിയത് മനസ്സിലായി? സാധാരണ റെഫറൻസ് നമ്മൾ പ്രോഫിറ്റ് ബൈ CP × 100 ആണ്. ഇവിടെ പ്രോഫിറ്റ് ബൈ SP × 100 ആണ് തന്നേക്കുന്നത് 32%. അപ്പോൾ ഇവിടെ അതുകൊണ്ട് SP 100 എടുത്തു, പ്രോഫിറ്റ് 32 അപ്പോൾ CP 68 അപ്പോൾ CPനെ ആധാരമാക്കി എത്രയാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്? CP അതാണ് യഥാർത്ഥത്തിലുള്ള പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ CP 68 അടിയിൽ 68ൽ 32 എന്താണ്? പ്രോഫിറ്റ്. അപ്പോൾ 68ൽ 32 × 100 നമുക്ക് ക്യാൻസൽ ചെയ്യാം. 4 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 8 4 32, 1 4 4 28 1 7 4 28. അപ്പോൾ 800/17 എന്ന് കിട്ടും. 800/17 ഏകദേശം എത്ര കിട്ടുമെന്ന് നോക്കുക. ഇതൊക്കെ എളുപ്പമുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ 800/17 എന്ന് പറയുമ്പോൾ ഏകദേശം നോക്കിയാൽ മതി. ഫസ്റ്റ് ഡിജിറ്റ് അല്ല 47 4 തുടങ്ങുന്ന 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ 800/17 ജസ്റ്റ് നോക്കുക. അപ്പോൾ 800/17 എന്ന് പറയുമ്പോൾ
5 ആകുമ്പോൾ 85 ഏകദേശം അല്ലേ. 5 × 15 7 35 85. അപ്പോൾ 5 തവണയില്ല, 80-നകത്ത് 4 തവണയുള്ളൂ. 4 തവണ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. 4 7 28 അപ്രോക്സിമേറ്റ് വില മതി, ഫുള്ള് വെട്ടാനൊക്കത്തില്ല. അപ്പോൾ ദശാംശത്തിലെ ഉത്തരം കിട്ടുന്നത്, എന്നിട്ട് അപ്രോക്സിമേറ്റ് ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ 4 7 28 2 വന്നു, 4 1 4 4 2 6 സോറി 68 കിട്ടി. ഇനി 10 × 8 = 2, 8 × 6 = 2. സോറി അപ്പോൾ 22 വരത്തില്ലല്ലോ. അപ്പോൾ 10 × 8 = 2, 7 × 6 = 1 12 കിട്ടി. ഇനി 120 കിട്ടി. 120 ആകുമ്പോൾ നമ്മൾ നോക്കിയാൽ 4 തുടങ്ങുന്ന ഇൻറ്റിജർ പാർട്ട് 4 തുടങ്ങുന്ന 3 ഓപ്ഷൻ ഉണ്ട്. 49 ഉണ്ട്, 47 ഉണ്ട്, 45 ഉണ്ട്. 5 ആണെങ്കിൽ 5 വരത്തില്ല, 45. അടുത്ത ഡേറ്റ് 5 അല്ല, കാരണം 5 ആണെങ്കിൽ 85 വരത്തുള്ളൂ. അപ്പോൾ 9 ആണെങ്കിൽ 9 × 7 = 63, 150 മേടിപ്പോൾ. അപ്പോൾ അതല്ല, അപ്പോൾ 7 ആണ്. 7 തവണ ഉണ്ടാവും. അപ്പോൾ 7 തവണയാകുമ്പോൾ 7 7 49, 4 1 7 1 7 7 4 11 119 കിട്ടി. അപ്പോൾ 47 പോയിൻറ്റ്, ബാക്കി റിമൈൻഡർ 1 കിട്ടി. ഇനി അടുത്ത കണ്ടുപിടിക്കേണ്ട. അപ്പോൾ 47 പോയിൻറ്റ് സംതിങ് എന്ന് കിട്ടും. അപ്പോൾ 47 പോയിൻറ്റ് സംതിങ് ആണെങ്കിൽ നമുക്കിതിനെ 47% എന്ന് എഴുതാം. അപ്രോക്സിമേറ്റ് വിലയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പറഞ്ഞ പോയിൻറ്റ് മനസ്സിലാക്കുക, ഇത്രയേ ഉള്ളൂ. ബാക്കി എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ, പ്രത്യേകിച്ച് ബേസ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരിക്കലും നിങ്ങൾ തെറ്റിക്കരുത്. ബേസായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരിക്കലും തെറ്റിക്കരുത്. എല്ലാ ചാപ്റ്ററും ഏകദേശം ഒരു ധാരണയുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യുക, ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങൾ അപ്രോച്ച് ചെയ്യുക. ഓക്കെ, ഓപ്ഷൻ നോക്കി ചെയ്യാൻ നോക്കുക. ഫുള്ള് ചെയ്തിട്ട് ഉത്തരത്തിലേക്ക് എത്തണ്ട, നോക്കിയിട്ട് ലാസ്റ്റ് ഡിജിറ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ എക്സാം എഴുതാം. ഓക്കെ.